Hi students. Okay, NEET module exam discussion ആണ് module 6 ആണ്. Module 6ലെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ചാപ്റ്റേഴ്സ് ഇതൊക്കെ ഉണ്ടതല്ലേ, പി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. സോ ഈ മൂന്ന് ചാപ്റ്റേഴ്സിൻ്റെ ചാപ്റ്റേഴ്സ് എന്നുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾ 6ലെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ്. സോ ഗെറ്റ് റെഡി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല, ബട്ട് ചിലതെല്ലാം ഡൗട്ട്ഫുള്ളി ആയിട്ടുണ്ടാവാം. എനിവേ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം, കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നോക്കിയാലോ, അറിയാലോ. Question number 1. The lambda m0 means the limiting molar conductivity value cannot be determined by extrapolating the plot between molar conductivity versus molarity, square root of molarity for the compound. ഇവിടെ നമുക്ക് ആരുടെ കേസിലാണ് എക്സ്ട്രാപൊളേറ്റേഷൻ വഴി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തെന്ന് ചോദിച്ചത്. നമ്മൾ പറയാറുണ്ട് ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിലെ ഡിബഹക്കൽ ഇക്വേഷൻ വെച്ചിട്ട് പറയാറില്ലേ, മോളാർ കണ്ടക്റ്റൻസ് വേഴ്സസ് സ്ക്വയർ റൂട്ട് ഓഫ് മോളാരിറ്റി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ പറയാറുണ്ടല്ലോ അല്ലേ. സോ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇവിടെ റൂട്ട് സി അല്ല, 1/√c ആണ്, 1/√c ആണ്. സോ അങ്ങോട്ട് കോൺസെൻട്രേഷൻ കുറയാ, റൂട്ട് സി തന്നെ അല്ലേ, റൂട്ട് സി. സോ ഇവിടെ ഇൻഫിനിറ്റ് ഡയലൂഷൻ റൂട്ട് സി കോൺസെൻട്രേഷൻ കുറഞ്ഞ് വരിക. സോ അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ മീൻസ് 0 മോളാറിൽ. ഇൻഫിനിറ്റ് ഡയലൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിനെ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് കിട്ടും. ഇത് ആർക്കാണ്, സ്ട്രോങ്ങർ ഇലക്ട്രോലൈറ്റ്സിനാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണ് ഇതെന്ത് വരിക, സ്ട്രെയിറ്റ് ലൈന് വരിക. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ m0 ഓർ ഇൻഫിനിറ്റി മൈനസ് b ഇൻറ്റു റൂട്ട് സി അല്ലേ. y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി. y ഇൻ്റർസെപ്റ്റ് ലാംഡ m0 ആണ്. ഇത് ആരാണ് ഫോളോ ചെയ്യുന്നവർ, ഇത് ഫോളോ ചെയ്യുന്നവർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. KCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. സോഡിയം സൾഫേറ്റ് സാൾട്ട് ആണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. NaNO3 സോൾട്ട് ആണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ബട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ബേസ്, വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇൻ ദി കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ദ ഗ്രാഫ് ഒബ്റ്റൈൻഡ് ഈസ് ഇറ്റ്സ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, ജസ്റ്റ് ലൈക്ക് ദീസ്, ഇങ്ങനെയല്ലേ വരിക. സോ ഈ ഗ്രാഫ് നമുക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല, അത് എന്നാണ് ഈ y ആക്സിസിലെ മീറ്റ് നമുക്ക് അറിയില്ല. സോ ഇറ്റ് ഈസ് വി കനോട്ട് ഡിറ്റർമൈൻ the infinite dilution the conductance at infinite dilution graphically for a weak electrolyte. So ammonium hydroxide in the case it is impossible ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക അല്ലേ. അപ്പോൾ അവരുടെ കേസിൽ നമ്മൾ ഗ്രാഫിക്കലി അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബൈ യൂസിങ് കോൾഡ്രേഷ്യസ് ഇക്വേഷൻ വെച്ചിട്ട്, കോൾഡ്രേഷ്യസ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ കേസിൽ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക അല്ലേ. ഇപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ യു ക്യാൻ സിംപ്ലി യൂസ് ഗ്രാഫിക്കൽ അനാലിസിസ്. And for weaker electrolyte, the graphical analysis failed. We can use only Coleridge's law. Okay. Another question. In a galvanic cell, chemical energy is converted into electricity. Shirelle. What is the galvanic cell? They simply convert the chemical energy of a spontaneous reaction into electrical energy. ഒരു spontaneous chemical reaction energy അതെന്തായിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഗാൽവണിക് സെൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇലക്ട്രോളിറ്റിക് സെല്ലാണെങ്കിലോ, ഇലക്ട്രോളിറ്റിക് സെല്ല് വേറെ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ടു കണ്ടക്ട് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനെ കണ്ടക്ട് ചെയ്യാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരൂലേ, ആ സമയത്ത് അതാണ് എന്ത് ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഗാൽവാനിക് സെൽ എന്താണ്, വേർ യൂട്ടിലൈസേഷൻ ഓഫ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഓർ കൺവേർട്ടിങ് the chemical energy of a spontaneous reaction into electrical energy. അതാണ് എന്ത് ഗാൽവാനിക് സെല്ലിൻ്റെ ഡ്യൂട്ടി. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. നൗ തേർഡ് വൺ, the mathematical equation E minus E0 is equal to reduction potential is equal to standard reduction potential is equal to minus RT by NF into ln Q, where Q is reaction quotient is called. ഈ റിലേഷൻ്റെ പേരില്ലേ, ഈ റിലേഷൻ്റെ പേരെന്താണ്, നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ഈസ് ഈക്വൽ ടു E0 മൈനസ് RT by NF അല്ലേ. RT by NF into log
QC, product by reactant ratio QC. റിലേഷൻ പറഞ്ഞ വരുന്നതാണ് ഇസ് കോൾഡ് Nernst equation. എന്താ പറയാ? Nernst equation. E0 minus RT by NF into log Q is equal to E. അപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ മാത്രം, ഇഫ് യു ടേക്ക് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ വാല്യൂ അഥവാ ടെമ്പറേച്ചർ 298 കെൽവിനും കോൺസെൻട്രേഷൻ 1 ആയി കഴിഞ്ഞാൽ QC 1 വന്നാൽ ലോഗ് 1 0 വരും. അപ്പോൾ ഈ ടേം ഇല്ലാണ്ടാവും. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഈക്ക് വാലിഡിറ്റി ഇല്ല, അത് E0 തന്നെ ആയിരിക്കും. അതിൽ കോൺസെൻട്രേഷനിലോ ടെമ്പറേച്ചറിലോ വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? E0 അല്ല, പിന്നെ E ആണ് വാലിഡ് ആവുക. സോ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ് E0. സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലോ കോൺസെൻട്രേഷനിലോ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ മാറും, ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ മാറും. ആ മാറിയ പുതിയ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണെന്ത്? Nernst equation. കോൺസെൻട്രേഷൻ ചേഞ്ചിനെയും ടെമ്പറേച്ചർ ചേഞ്ചും എങ്ങനെയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണെന്ത്? Nernst equation എന്ന് പറഞ്ഞാൽ. ഓക്കെ. നൗ ഫോർത്ത് വൺ. ഫോർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് സ്ട്രോങ്ങർ ഇലക്ട്രോലൈറ്റ് the variation of molar conductivity with concentration is given by. അതേതാണ്? ഇറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. മോളർ കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി മൈനസ് ബി ഇൻറ്റു റൂട്ട് സി. ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ അല്ലേ? ഇറ്റ് ഈസ് വൈ, ഇറ്റ് ഈസ് സി, ഇറ്റ് ഈസ് എം ആൻഡ് എക്സ്. എക്സ് ആരാ? ഇറ്റ് ഈസ് റൂട്ട് സി. നേരത്തെ വരച്ച ഗ്രാഫ് ഉണ്ട്, റൂട്ട് സി വേഴ്സസ് മോളാർ കണ്ടക്ടൻസ്. ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. സ്ട്രേറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. വിൽ മീറ്റ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ഇറ്റ്സ് കോൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടു, ദാറ്റ്സ് എ മാക്സിമം കണ്ടക്ഷൻ ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആണെന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ്. ഒരു ഇലക്ട്രോലൈറ്റിനെ കൊണ്ടാകുന്ന മാക്സിമം കണ്ടക്ടൻസിൻ്റെ റേഞ്ച് ആണെന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതിനപ്പുറം ഇനി വാല്യൂ ഇല്ല. ദാറ്റ്സ് എ മാക്സിമം കണ്ടക്ഷൻ അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. വി ആർ എക്സ്പെക്ടിങ് ദ മാക്സിമം. അതുകൊണ്ടാണ് ഈ കോളിഷ്യസ് ലെവൽ എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് അറിയോ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ഷൻസ് കുറിച്ചാണ് എവിടെ കോളിഷ്യസ് ലെവൽ ഉണ്ടാവുക. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കോളിഷ്യസ് ലെവൽ ഒരുപോലെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ HCl ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? HCl ആണെങ്കിൽ HCl സ്ട്രോങ് ആസിഡ് ആണ്, അത് കംപ്ലീറ്റ് H+ഉം Cl- ആയിട്ട് മാറും. അപ്പോൾ HClൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ് HCl ഇസ് ഈക്വൽ ടു അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് H+ഉം Cl- ഉണ്ടാവും. ഇവിടുത്തെ സം ചെയ്താലും മതി, ഒരു ഡൗട്ടും ഇല്ല അതിൽ. അത് ഫുള്ളി അയണൈസ്ഡ് ആണ്, ആണ് കംപ്ലീറ്റ് കണ്ടക്ഷൻ തന്നെ ആയിരിക്കും അത്. അതേസമയം അസറ്റിക് ആസിഡ് ആണെങ്കിലോ CH3COOH ആണെങ്കിലോ അത് അസറ്റേറ്റ് അയോണായിട്ടും H+ ആയിട്ട് മാറും, പക്ഷെ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോളാർ കണ്ടക്ടൻസ് ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സം ഓഫ് മോളാർ കണ്ടക്ടൻസ് ഓഫ് അസറ്റേറ്റ് ആൻഡ് H+ ആർ ഈക്വൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അസറ്റിക് ആസിഡ് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യില്ല. അപ്പോൾ അസറ്റേറ്റ് അയോണിൻ്റെയും H+ൻ്റെയും മോളാർ കണ്ടക്ടൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടില്ല? അസറ്റിക് ആസിഡ് കിട്ടില്ല. ഇത് എപ്പോഴും കൂടുതലായിരിക്കും, ഇത് കൂടുതലായിരിക്കും, ഈ വാല്യൂ ഹൈ ആയിരിക്കും. വായി H+നും അസറ്റേറ്റും മോളാർ കണ്ടക്ടൻസിൻ്റെ സമ്മ് ചെയ്താൽ അസറ്റിക് ആസിഡ് കിട്ടില്ല. വായി അസറ്റിക് ആസിഡ് ഒരു മോൾ ഒരിക്കലും തരില്ല. 1 മോൾ അസറ്റിക് ആസിഡ് വിൽ നോട്ട് ഗീവ് 1 മോൾ അസറ്റേറ്റ് ആൻഡ് 1 മോൾ H+ തരില്ലല്ലോ. വായി ഇറ്റ്സ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. പിന്നെ നമ്മൾ പറയും അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷനിലാണല്ലോ, അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ we are assuming acetic acid is 100% dissociated. അപ്പോൾ ഇൻഫിനിറ്റ് ഡയലൂഷൻ ആയി കഴിഞ്ഞാൽ എന്താണ്? അസറ്റിക് ആസിഡ് 100% ഡിസോസിയേറ്റഡ് ആണ്. സോ 1 മോൾ അസറ്റിക് ആസിഡ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ വിൽ ഗീവ് 1 മോൾ അസറ്റേറ്റ് ആൻഡ് 1 മോൾ H+ അയോൺസ്. അവിടെ നമ്മൾക്ക് എന്ത് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസിൽ മാത്രമാണ് വീക്കിൻ്റെ കേസിൽ എന്ത് അപ്ലിക്കേബിൾ ആവുക? കോളിഷ്യസിലോ അപ്ലിക്കേബിൾ ആവുക. മോളാർ കണ്ടക്ടൻസ് കേസിൽ അത് പറ്റൂല. ലിമിറ്റിംഗ് കണ്ടീഷൻ എന്താണ്? മീൻസ് ഇൻഫിനിറ്റ് ഡയലൂഷൻ എന്താണ്? ദ ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ആവട്ടെ വീക്ക് ആവട്ടെ ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി 100% ഡിസോസിയേറ്റഡ് ആയിരിക്കും. 100% ഡിസോസിയേറ്റഡ് ആണ്. അവിടെ വേറെ ഒരു ഇൻട്രാനിക് ഇൻട്രാക്ഷൻസും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ദ ഫോളോയിങ് എലമെന്റ്സ് ഹാസ് ദ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്? ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ആരാന്നാണ് ചോദിച്ചത്? ഡിആൻഡ്രഫ് ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആണ്. മെൽറ്റിംഗ് പോയിന്റിലെ 3D സീരീസിൻ്റെ ട്രെൻഡ് നമുക്കറിയാം. അപ് ടു മോഡിൽ ഇൻക്രീസ് ദെൻ ഇറ്റ് ഇസ് ഡിക്രീസിങ്.
ബട്ട് മാംഗനീസ് അബ്നോർമൽ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കും അല്ലേ. എനിവേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എക്സ്ട്രീംസ് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് അപ് ടു മോഡിൽ ഇൻക്രീസ് അപ് ടു അല്ലേ. NCT കൊടുത്ത ഗ്രാഫ് പ്രകാരം സ്കാൻഡിയം ടു ടൈറ്റാനിയം ടു വെനേഡിയം വരെ ഇൻക്രീസും അല്ല ക്രോമിയം വരെ ഇൻക്രീസും പിന്നെ ഡിക്രീസ് കൊടുത്തിരിക്കുന്നുണ്ടാവുക. NCT ഗ്രാഫിൽ സ്കാൻഡിയം ടു ക്രോമിയം വരെ ഇൻക്രീസ്, പിന്നെ മാംഗനീസ് ഡിക്രീസ് ഉണ്ടാവും, പിന്നെ അഗെയിൻ അയൺ ടു സിങ്ക് വരെ എന്താണ് ഡിക്രീസ് ഉണ്ടാവുക, ഡിക്രീസ്ഡ്. അപ്പോൾ ഇതിൽ ലോവസ്റ്റാണ് ചോദിച്ചത്. റൈറ്റ് എക്സ്ട്രീമിലാണ് ലോവസ്റ്റ് ഉണ്ടാവുക. ഇറ്റ് ഈസ് കോപ്പർ ഈസ് ദി ആൻസർ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എക്സ്ട്രീം, left to right melting would first increase, then it is decreasing, but magnesium and technetium shows abnormal values, and again right extreme least value. Why? Unpaired electron എണ്ണം വളരെ കുറവാണ്. Melting, boiling, അതുപോലെ തന്നെ heat of atomization all are functions of metallic bond strength, which is a function of number of unpaired electrons, but exception manganese and technetium. ഓർക്കുണ്ടല്ലോ. So the answer is copper. Lowest melting among these iron, chromium, nickel, copper. Lowest melting it is copper. ഇനി അയോണിക് ക്യാരക്ടർ ഓഫ് ഹാലൈഡ്സ് ഓഫ് മെറ്റൽസ് 3D സീരീസിൻ്റെ 3D സീരീസ് മെറ്റൽസ് ആണ്. അവരുടെ അയോണിക് ക്യാരക്ടറിൻ്റെ ഓർഡറാണ്. ഇവിടെ എം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റൽ സെയിം ആണ്, ഹാലജൻ ആണ് ഡിഫറെൻറ്റ്. അക്കോർഡിംഗ് ടു ഫെജാൻസ് റൂൾ, സ്മോളർ ദ സൈസ് ഓഫ് കാറ്റയോൺ ഗ്രേറ്റർ ഇറ്റ്സ് ചാർജ് ഗ്രേറ്റർ വിൽ ബി കോവലന്റ് ക്യാരക്ടർ. പക്ഷെ ഇവിടെ എല്ലാ എന്താണ് സെയിം ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ ആരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാലജനാണ് അല്ലേ. Larger the size of anion, greater will be covalent character. Larger the size of anion, greater will be covalent character. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് ആനിയോൺ ആരാ? ഫ്ലോറൈഡിനേക്കാൾ ലാർജ് ആണ്, ക്ലോറൈഡിനേക്കാൾ ലാർജ് ബ്രോമൈഡ്, അതിനേക്കാൾ ലാർജ് അയോഡൈഡ്. സോ ഗ്രേറ്റസ്റ്റ് ലാർജസ്റ്റ് ആനിയോൺ കോമ്പൗണ്ട് ഈസ് കോവലന്റ്. അപ്പോൾ അയോണിക് ക്യാരക്ടർ ഏറ്റവും കുറവായിരിക്കുക മെറ്റൽ അയോഡൈഡിന്, ആരേക്കാളും ബ്രോമൈഡ്, ക്ലോറൈഡ്. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഫ്ലോറൈഡ് എന്താ പറയുക, അയോണിക് നേച്ചർ കൂടുതലായിരിക്കും. ദെൻ ടുവാർഡ്സ് അയോഡൈഡ് എന്താണ്, ആനിയോണിൻ്റെ സൈസ് കൂടി വരും. ആസ് ദ സൈസ് ഓഫ് ആനിയോൺ ഇൻക്രീസസ്, പോളറൈസേഷൻ ടെൻഡൻസി ഇൻക്രീസസ്. സോ വാട്ട് ഹാപ്പൻഡ്, ഇറ്റ് അക്വയർ സം കോവലന്റ് ക്യാരക്ടർ. നമുക്കറിയാലോ, ലാർജർ ദ സൈസ് ഓഫ് ആനിയോൺ ഗ്രേറ്റർ വിൽ ബി കോവലന്റ് ക്യാരക്ടർ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 7. പ്രിപ്പറേഷൻ ഓഫ് ലുക്കിംഗ് മിറർ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ്. ലുക്കിംഗ് മിറർ മീൻസ് നമുക്ക് അങ്ങനെ ഒരു വേർഡ് അല്ലേ അറിയോ? നമ്മൾ സിൽവർ മിറർ ടെസ്റ്റ് കേട്ടിട്ടില്ലേ? അമോണിയാക്കിൽ സിൽവർ നൈട്രേറ്റ് വെച്ചിട്ടുള്ള സിൽവർ മിറർ ടെസ്റ്റ്. അപ്പോൾ അതിന് അമോണിയാക്കിൽ സിൽവർ നൈട്രേറ്റ് വേണം. ഈ അമോണിയാക്കിൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ AgNH3 ട്വൈസ് പ്ലസ് നൈട്രേറ്റ്, ഇങ്ങനെയാണ് ആള്. ആക്ച്വലി ദ റിയൽ റിയാക്ടൻ്റ് ഫൈറ്റർ എന്ന് പറഞ്ഞാൽ Ag+ എന്ന ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ് Ag+നെ റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്തിട്ട് ആൾ എന്താക്കി മാറ്റണം, Ag എന്ന സിൽവറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യിക്കണം. ഒരു വെരി തിൻ ലെയറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയണം അല്ലേ. അതിന് റെഡ്യൂസിങ് ഏജൻറ്റ് വേണം. ഹിയർ HCHO ഇസ് യൂസ്ഡ് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്. അങ്ങനെ പഠിച്ച് ഫോർമാൽഡിഹൈഡ്, ആൽഡിഹൈഡ് ക്യാൻ റെഡ്യൂസ് ടോളറൻസ് റിയേജൻറ്റ്, ഓർ ടോളറൻസ് റിയേജൻറ്റ് ക്യാൻ ഓക്സിഡൈസ് ആൽഡിഹൈഡ്, ഓർ യു ക്യാൻ സേ ആൽഡിഹൈഡ് ക്യാൻ റെഡ്യൂസസ് ടോളറൻസ് റിയേജൻറ്റ്. Ag+ into Ag ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന Ag കൊണ്ട് സിൽവർ കോട്ടിങ്, ഞാൻ കോട്ടിനെ അവിടെ സ്റ്റേബിൾ ആക്കാണ്. റെഡ് ലെഡ് പ്ലസ് ടർപ്പൻറ്റൈൻ മിക്സർ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ആ സിൽവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാണ്ടിരിക്കാൻ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ റെഡ് ലെഡ് ആൻഡ് ടർപ്പൻറ്റൈൻ കോട്ടിങ് കൊടുക്കും. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് ആൻഡ് HCHO റെഡ്യൂസിങ് ഏജൻറ്റ് റെഡ്യൂസ് സിൽവർ നൈട്രേറ്റിൻ്റെ Ag+ അല്ലേ, Ag+ into Ag, which is now is able to deposit over with which red lead and turpentine is used to fix them on the mirror. അങ്ങ് സ്ട്രോങ് ആക്കാണ്, സ്റ്റേബിൾ ആക്കാണ്. കേട്ടല്ലോ. വേണ്ടത് ആരൊക്കെയാ, അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ്, അതിൻ്റെ Ag+ വേണം എന്താവാൻ, Ag ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ദി കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സ്പിൻ only magnetic moment of gadolinium 3+ respectively are. Gd3+ ആണ്. ഫോർ ഗാഡോലിനിയം ഇറ്റ് ഈസ് ലാന്തനം കഴിഞ്ഞിട്ട് ഗാഡോലിനിയം വരുന്നില്ലേ, ഗാഡോലിനിയത്തിൽ നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുന്നുണ്ട്. ഇറ്റ് ഈസ് സെനോൺ 56, ദെൻ 6s2, 5d1 ആൻഡ് 4f7. ദിസ് ഈസ് വാട്ട് ഇസ് ഗാഡോലിനിയം. ശരിയല്ലേ?
അപ്പോൾ സെനോൺ 54. അപ്പോൾ ഗാഡോലിന് 64, ഗാഡോ ജി ഡി ആണ്, സോറി ജി അല്ല, ഗാലിയം അല്ല, ജി ഡി 64. സോ ഇറ്റ് ഈസ് 54 + 10 6s2 5d1 4 64 ആണ്. നൗ ജി ഡി 3+ അല്ലേ? ജി ഡി 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസും ഇല്ല ഡിയും ഇല്ല. ഇറ്റ് ഈസ് സെനോൺ 4f7 എന്ന് വരും. സെനോൺ 4f7. സോ ഇറ്റ് ഈസ് സെനോൺ 4f7. അപ്പോൾ ഇതല്ല ഇതുമല്ല, 4f7. ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് 7 അൺപെയ്ഡ് ഇലക്ട്രോൺ അല്ലേ? റൂട്ട് ഓഫ് n × n+2 7 × 7+2 7+2 9 അല്ലേ? സോ 7 × 9, സോ റൂട്ട് 63 ആണല്ലോ. 63 വരിക അല്ല, 63 അല്ലേ? യെസ്, റൂട്ടിനകത്ത് 63. 64ൻ്റെ റൂട്ട് നമുക്കറിയാം 8 അപ്പോൾ 63യോ ജസ്റ്റ് ബിലോ 8, 7.9. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, സോ 7 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്ട് 7.9 ആണ് എന്ത് വരിക? മാഗ്നറ്റിക് മൊമെന്റ് വരിക. നെക്സ്റ്റ് വൺ, ഇൻ ദ 6th period the orbitals that are filled in the order. 6th period ഓർബിറ്റൽസ് ആരൊക്കെയാ അത് ഫില്ല് ചെയ്യുന്ന ഓർഡർ ഏതൊക്കെയെന്ന്. ഫോർ എനി പീരിയഡ് ദ നമ്പർ ഓഫ് സബ്ഷെൽസ് ആർ ഓർബിറ്റൽസ് ആർ ns n-2f n-1d ആൻഡ് np. ദിസ് ഈസ് ദ ഓർഡർ. അപ്പോൾ 6th period ആണെങ്കിൽ 6s 6 - 2f 4f 6 - 1 5d ആൻഡ് 6p. 7th ആണല്ലോ 7s 5f പിന്നെ 6d ആൻഡ് 7p. ഇനി 4th ആണെങ്കിലോ 4s 4 - 2 2f ഇല്ല കേട്ടോ, പിന്നെ 4 - 1 3d ആൻഡ് 4p. അപ്പോൾ ഈ ഫോർമാറ്റ് മറക്കണ്ട. ns n-2f n-1d ആൻഡ് np, ഇത് മറക്കണ്ട. അപ്പോൾ 6s 4f 5d 6p. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. The actinoids exhibit more number of oxidation states in general than lanthanoids. This is because ഈ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ക്വാളിറ്റിയിൽ ആക്ടിനൈഡ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ലാന്തനൈഡ് വരാറുണ്ട് അല്ലേ? ഒരുപാട് ക്വാളിറ്റീസിൽ വരാറുണ്ട്. അതിൽ ഏതൊക്കെ വരുന്നുണ്ടെന്ന് അറിയോ? അതിൽ ഒരെണ്ണമാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ലാന്തനൈഡ്സിനെ സംബന്ധിച്ച് ലാന്തനൈഡ്സിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഫോർ ലാന്തനൈഡ്സ് ഇറ്റ് ഈസ് 6s 5d ആൻഡ് 4f ആണ്. ഏറ്റവും അൾട്ടിമേറ്റ് ആണ് 6s. ഈ 6sൻ്റെ കൂടെ 5dക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻവോൾവ് ചെയ്യാം. ഇവിടെ 4f അവർ തമ്മിൽ എനർജി ഡിഫറൻസ് കൂടുതലാണ്. അതുകൊണ്ട് 6s 5d മാത്രമാണ് എന്ത് ചെയ്യുക? ഇൻവോൾവ് ചെയ്യുക. അതേസമയം ആക്ടിനൈഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ 7s 6d 5f. നമുക്കറിയാം ഈ ഹയർ എനർജി ലെവൽസില്ലേ ഒന്നുകൂടെ അടുത്തടുത്തിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഉയരം കൂടുന്തോറും എനർജി ലെവൽസിൻ്റെ അടുപ്പം കൂടുന്നത്. ഉയരം കൂടുന്തോറും മീൻസ് ഐ മീൻ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഹയർ ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എനർജി ലെവൽസ് നമ്മൾ എനർജി ഗ്യാപ്പ് കുറഞ്ഞു വരും. അപ്പോൾ 6s 5d തമ്മിലുള്ള അത്ര ഗ്യാപ്പ് ആര് തമ്മിലില്ല? 7s 6d തമ്മിൽ ഗ്യാപ്പില്ല. ദെൻ 5d 4f തമ്മിലുള്ള അത്ര ഗ്യാപ്പ് ആര് തമ്മിലില്ല? 6d 5f തമ്മിലില്ല. മീൻസ് ഗ്യാപ്പ് റെഡ്യൂസ്ഡാണ്. സോ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യപ്പെട്ടാൽ 7sൻ്റെ കൂടെ 6dക്കും 6dയുടെ കൂടെ 5fന് എന്ത് ചെയ്യാം? ഇൻവോൾവ് ചെയ്യാം. അതാണ് ദ കറക്റ്റ് റീസൺ ഫോർ ഷോയിങ് വേരിയബിൾ ബാലൻസി. മനസ്സിലായില്ലേ? ഡിക്രീസ്ഡ് എനർജി ഗ്യാപ്പ് എന്നാ. അതിനൊരു കണ്ടീഷൻ നമ്മൾ എന്താ കൊടുത്തത്? ഉയരം കൂടുന്നതോറും മീൻസ് ഹയർ എനർജി ലെവൽസ് ആർ എവേ ഫ്രം ദ ന്യൂക്ലിയസ് ആണ്. സോ നിയർലി ക്ലോസർ ആണ്. ഓക്കെ, അപ്പോൾ എന്താ കൊടുക്കുന്നത് നമുക്ക്? 5f orbitals are extend further from the nucleus than 4f. 4fനേക്കാളും അകലെയാണ് 5f. 4fനേക്കാളും ഉയരെയാണ് 5f. അതുകൊണ്ട് എന്താ? their energy levels are closer. For actinides, the energy levels are much closer than that in the case of lanthanides. So that's why they can show. അല്ലേ? ഓപ്ഷൻ എ കറക്റ്റ് കൊടുക്കാം. സം ബി ആണെങ്കിലോ the 5 orbitals are more buried. അല്ലല്ലോ, 4f അല്ലേ more buried. There is a similarity between 4f and 5 orbitals in their angular part. അതുകൊണ്ടാണോ? അല്ലേ. The actinides are more reactive than. അതൊന്നും അല്ല വിഷയം. ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം എന്താണ്? അവൈലബിലിറ്റി ഓഫ് 5f ആണ്. ഇൻ അഡീഷൻ ടു 6s ആൻഡ് 7s ആൻഡ് 6d 7s 6d കൂടാതെ 5fനും കൂടെ എന്ത് ചെയ്യാം? ഇൻവോൾവ് ചെയ്യാം. വൈ? ഇറ്റ് ഈസ് അവേ ഫ്രം ദ ന്യൂക്ലിയസ് ആൻഡ് ക്ലോസർ ടു 6d ആൻഡ് 7s. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. Question number 12.
Copper plus 2 salts react with the potassium iodide to give. Copper plus 2 salt ആണ് with the potassium iodide എന്താ ഫോം ചെയ്യുക? ഫസ്റ്റ് they simply form CuI2. CuI2. But it is unstable. ആളെന്തല്ല സ്റ്റേബിൾ അല്ല. കാരണം ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കോപ്പറിൻ്റെ കൂടെ അയോഡിൻ സ്റ്റേബിൾ അൺസ്റ്റേബിൾ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ റിയാക്ഷൻ അവിടെ ഇല്ല. നൗ ദ റിയാക്ഷൻ ഈസ് ബിറ്റ്വീൻ ഡയറക്ഷൻ മാറി. കാരണം അവരെന്തില്ല തമ്മിൽ റിയാക്ഷൻ ഇല്ല അവിടെ. ഓക്കെ, കോപ്പർ പ്ലസ് ടു ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, I minus act as reducing agent. ഇവിടെ കിട്ടിയോ? കോപ്പർ പ്ലസ് ടു ഓക്സിഡൈസസ് I minus into I2 gas and Cu plus 2 reduces to Cu plus 1. Now ഈ Cu plus 1ഉം അൺറിയാക്റ്റഡ് I minus ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ഫോം ചെയ്യാം? രണ്ട് കോപ്പർ Cu2I2 ഫോം ചെയ്യാം. Cu2I2 അവിടെ കോപ്പർ പ്ലസ് 1 സ്റ്റേറ്റിലാണ്, അയോഡിന് -1 സ്റ്റേറ്റിലാണ്. സോ അൺറിയാക്റ്റഡ് I minusഉം അൺറിയാക്റ്റഡ് കോപ്പറും തമ്മിൽ Cu2I2 ഫോം ചെയ്യും. Cu2I2. അപ്പോൾ Cu2 plus 2 I minus gives Cu2I2 ഉണ്ടോ? ഇല്ല, ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. പ്രോഡക്റ്റ് എന്തൊക്കെയാ? ഇറ്റ് ഈസ് Cu2I2 ആൻഡ് I2. അപ്പോൾ എന്താ പ്രോഡക്റ്റ് വരിക? Cu2I2 അതുപോലെ തന്നെ I2. ഇതിലില്ലല്ലോ, ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ ആരാളുള്ളത്? ഇറ്റ് ഈസ് Cu2I2. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. മനസ്സിലായോ? ഇനി അതിൻ്റെ തിയറി തരുള്ളൂ. ഹയർ സ്റ്റേറ്റിന് കൂടെ അയോഡൈഡിന് എന്തില്ല? സ്റ്റെബിലൈസിങ് ക്വാളിറ്റി ഇല്ല. ഫ്ലൂറിന് അതുപോലെ ഓക്സിജനൊക്കെ എന്ത് ചെയ്യാം? ഒരു മെറ്റലിൻ്റെ ഹയസ്റ്റ് സ്റ്റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയും. ഇവിടെ ആർക്ക് കഴിയില്ല? അയോഡിന് കഴിയില്ല. 13. The set having ions which are colored and paramagnetic both is. കളറും ആവണം, പാരയും ആവണം. അപ്പോൾ ഇതിൽ Cu+2 എന്ന് പറഞ്ഞാൽ കോപ്പർ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ D9 ആണ്. യെസ്, കളേർഡ് ആൻഡ് പാര. Cr+3യോ D3 ഹാഫ് ഫിൽഡ് ഉണ്ട്, കളേർഡ് ആൻഡ് പാര. Sc+ഓ ഇറ്റ് ഈസ് 4s1 ആണ്, 3d1 D1 ഉണ്ട്. സോ എക്സ്പെക്ട് ടു ബി പാര ആൻഡ് കളേർഡ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അതേസമയം ഓപ്ഷൻ ബിയിൽ Zn2+ ഇല്ലേ? അത് D10 D10 എന്തില്ല? നോ കളറ്. ദെൻ സ്കാൻഡിൻ 3+ D0 വനേഡിയം 5+ഉം D0, ടൈറ്റാനിയം 4+ഉം D0 നോ കളർ. നോ നിക്കൽ +2 Mn+7 Hg2+ സെക്കൻഡ് D0 സോറി D10 കളർലെസ്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ദർ ഈസ് സം അൺപെയർഡ് ഇലക്ട്രോൺസ് ആൻഡ് ആർ എക്സ്പെക്ടഡ് ടു ഷോ കളർ. Now match the catalyst to the correct processes. മാച്ച് ചെയ്യിക്കാനാണ്. ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ഓർമ്മയുണ്ടോ? സീഗ്ലർ-നാട്ട പോളിമറൈസേഷൻ. ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് സീഗ്ലർ-നാട്ട പോളിമറൈസേഷൻ. ദെൻ പലേഡിയം ആൻഡ് വാക്കർ പ്രോസസ് പലേഡിയം. CuCl2 ആണെങ്കിലോ V2O5 കോണ്ടാക്ട് പ്രോസസ് സൾഫറിക് ആക്സിഡൻ്റെ മാനുഫാക്ചർ ആണ്. നമ്മൾ CuCl2 ഇറ്റ് ഇസ് ഡിക്കൻസ് പ്രോസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് പല പി ബ്ലോക്കിൽ പഠിച്ചുള്ള റിയാക്ഷൻസ് ആണ്. ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ഇവിടെ സീഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ് പോളിമറൈസേഷൻ ഉള്ളത്. വാക്കർ പ്രോസസ്സ് ആൽക്കീൻ്റെ പ്രിപ്പറേഷനിലെ പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ടാവും, ആൽക്കീൻ്റെ പ്രോപ്പർട്ടിയിലുണ്ടാവുക. ദെൻ V2O5 വനേഡിയം പെൻഡോക്സൈഡ് ഡിസ് കോണ്ടാക്ട് പ്രോസസ് ആണ്, കാറ്റലിസ്റ്റ് ആണ് അവിടെ അല്ലേ. അപ്പോൾ A2 B1 C4 and D3. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15, 15ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇഫ് ഈസ്രോ സെല്ല് ഫോർ എ ഗിവൺ റിയാക്ഷൻ ഹാസ് എ നെഗറ്റീവ് വാല്യൂ. ഈസ്രോ സെൽ എന്താണ്? നെഗറ്റീവ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവ്സ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ഫോർ ദ വാല്യൂസ് ഓഫ് ΔG0 ആൻഡ് ഇക്വിലിബ്രിയം അല്ലേ. അപ്പോൾ ഈസ്രോ നെഗറ്റീവാ, E0 നെഗറ്റീവ്. ആൻഡ് വി നോ ΔG0 is equal to minus N of E0 is equal to minus nRT log K. ശരിയല്ലേ? ഇവിടെ E0 നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ΔG എന്താവും? ഇഫ് E0 is നെഗറ്റീവ് ΔG എന്താവും? ΔG become പോസിറ്റീവ്. E0 നെഗറ്റീവ് വന്നാലേ
അവിടെ കെ എന്ത് വരും? ഡെൽറ്റ ജി നെഗറ്റീവ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ദെൻ ഡെൽറ്റ ജി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആ കെ ലോഗ് കെയുടെ വാല്യൂ നെഗറ്റീവ് തന്നെ വരും. ശരിയല്ലേ? ലോഗ് കെയുടെ വാല്യൂ നെഗറ്റീവ് വരും. ln k is equal to നെഗറ്റീവ് ഓർ log k is equal to a നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് കെ ഈസ് ലെസ് ദാൻ 1 എന്ന് വരും. ശരിയാണോ? ലെസ് ദാൻ 1 എന്ന് വരും. ആൻഡ് ഡെൽറ്റ ജി എന്തായി? മോർ ദാൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 0 ആണ്. ആൻഡ് ലോഗ് കെ ഈസ് നെഗറ്റീവ് മീൻസ് എന്താണ്? അവിടെ കെയുടെ വാല്യൂ ലെസ്. കാരണം ലോഗ് കെയുടെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ കെയുടെ വാല്യൂ 1 ആയി കെ ഈസ് ഈക്വൽ ടു 1 വന്നാൽ ലോഗ് കെ എത്രയാ? ഇറ്റ് 0 എന്നാണ് വരിക. നമുക്ക് വേണ്ട എന്താണ്? ലോഗ് കെയുടെ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് വരണമെങ്കിൽ കെയുടെ വാല്യൂ ബിലോ 1 ആയാൽ മതി. സോ ദ വാല്യൂ ഓഫ് കെ ലെസ് ദാൻ 1 അവർ ലോഗ് കെ ഈസ് നെഗറ്റീവ്. അപ്പോൾ ഈ റിലേഷൻ മറക്കണ്ട. ഡെൽറ്റ ജി മൈനസ് എൻ എഫ് E0. ഇഫ് E0 is negative, delta G is positive. If delta G is positive, it's more than 0. Delta G more than 0, more than 0. അപ്പോൾ സിയും ഡിയും അല്ല. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റോ? ലോഗ് കെ എന്ത് വരും? നെഗറ്റീവ് ലോഗ് കെ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എൻ എഫ്. അല്ലെങ്കിൽ E0 നെഗറ്റീവ് വന്നാൽ അവർ ഡെൽറ്റ ജി അല്ലേ? ഡെൽറ്റ ജി പോസിറ്റീവ് വന്നാൽ ലോഗ് കെ നെഗറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ശരിയാണല്ലോ? ലോഗ് കെ ഈസ് നെഗറ്റീവ്, LOG കെ ഈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കെ 1 വന്നാൽ തന്നെ വാല്യൂ എന്തായി? 0 ആയി. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ബിലോ 1 വരണമെങ്കിൽ കെ ബിലോ 1 വരണം, ബിലോ 1 വരണം. ഓക്കെ. Now question number 16. Question number 16. In the electrolysis of water, 1 farad of electrical energy would liberate. Electrolysis of water ആണ്. അവിടെ എന്താ ഫോം ചെയ്യുക? വാട്ടറിൻ്റെ ഇലക്ട്രോളൈസിസ് അല്ലേ? H2O on electrolysis gives H2 ഗ്യാസ് അറ്റ് കാഥോഡാണ്ട് O2 ഗ്യാസ് അറ്റ് ആനോഡ്. H2O കേസിൽ നോക്കൂ, ഇപ്പോൾ അറ്റ് ആനോഡ്, വാട്ട് ഈസ് ആനോഡ്? ഇലക്ട്രോലൈസിസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് അല്ലേ? H2O gives a half O2 and OH minus അല്ലേ? അവിടെ ഓക്സിഡേഷൻ ആണ്. സോറി, OH മൈനസ് അല്ല, ഹാഫ് O2 ആണ്ട് 2H പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ, 2H പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ. ഹാഫ് മോൾ O2 കറസ്പോണ്ടിങ് ആയിട്ട് ഹാഫ് മോൾ O2 വിത്ത് 2 ഇലക്ട്രോൺ ആണ്. ഇനി നോക്കൂ, കാഥോഡിലാണെങ്കിലോ? കാഥോഡിലാണെങ്കിൽ H2O പ്ലസ് 1 ഇലക്ട്രോൺ ഗിവിങ് ഹാഫ് H2 ആൻഡ് OH മൈനസ്. ഇതാണ് കാഥോഡിലെ റിയാക്ഷൻ. ആനോഡിൽ അങ്ങനെ നോക്ക്, ഹാഫ് മോൾ O2യുടെ മാസ് 32 ആ. ഹാഫ് മോൾ O2 16 ഗ്രാമിന് 2 ഫാരഡേ ഇലക്ട്രിസിറ്റി വേണം. 1 ഫാരഡേ കറസ്പോണ്ടിങ് ആയിട്ട് 8 ഗ്രാം ഓക്സിജൻ ലിബറേറ്റഡ്. അഗെയിൻ 1 മോൾ ഇലക്ട്രോൺ മീൻസ് 1 ഫാരഡേ ആണ്. ഹാഫ് മോൾ ഹൈഡ്രജൻ മീൻസ് ഇറ്റ് ഇസ് 1 ഗ്രാം ഹൈഡ്രജൻ. സോ 1 ഫാരഡേ electricity can displace 1 gram hydrogen, or 1 Faraday can displace 8 gram oxygen. 8 gram oxygen. ശരിയല്ലേ? 22.4 ലിറ്റർ ഉണ്ടാവില്ല, ആകെ ഹാഫ് മോളാണ് ഉണ്ടാവുക. അത് 2 ഫാരഡേക്ക് ഹാഫ് മോളാണ്, 1 ഫാരഡേക്കോ 1/4 മോളാണ്. 22.4/2 ആണ്. 22.4/4 ആണ് വരിക. 5.6 ലിറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ. 1 ഗ്രാം ആട്ടം ഓഫ് ഓക്സിജൻ മീൻസ് എന്താണ്? 16 ഗ്രാം ആണ്. അത്ര ഉണ്ടാവണില്ല, വെറും 8 ഗ്രാമേ കിട്ടുന്നുള്ളൂ. 1 മോൾ ഓഫ് ഓക്സിജൻ ഇല്ല, ഹാഫ് മോൾ ഓക്സിജനാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആനോഡിലും കാഥോഡിലും റിയാക്ഷൻ എഴുതി. അറ്റ് ആനോഡ് വാട്ടർ അണ്ടർഗോസ് ഓക്സിഡേഷൻ where 2 Faraday electricity can displace 16 gram of oxygen. So 1 Faraday, it is 8 gram. Secondly, at cathode, water plus 1 electron giving half H2 and OH minus. 1 Faraday, half mole hydrogen. 1 mole hydrogen is 2 gram, half mole is 1 gram. So 1 Faraday, 1 gram hydrogen. അതുപോലെ തന്നെ 8 gram oxygen. Okay അല്ലേ? So option D is the answer. Option D is the answer. Now question number 17. Question number 17. The conductivity of electrolytic solution depends on conductivity of electrolytic solution depends on nature of electrolyte, size of ions produced and their solvation, color of the electrolyte both A and B. The conductivity of electrolytic solution depends on electrolytic solution അല്ലേ, electrolytic conduction അല്ലേ, depends on nature of electrolyte, whether it is strong or weak. If it is strong,
it will ionize much more, it can produce more ions, so can conduct too much. Okay, എന്നാൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലോ ഇറ്റ് ഓൺലി പാർഷ്യലി ഡിസോസിയേറ്റഡ്, ലെസ്സർ നമ്പർ ഓഫ് അയോൺസ്, വളരെ കുറച്ച് അയോൺസ് ഉണ്ടാവുക. പാർഷ്യൽ ഡിസോസിയേഷൻ, വളരെ കുറച്ച് അയോൺസ് ഉണ്ടാവുക. ശരിയല്ലേ? സോ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, വെദർ ഇറ്റ് ഈസ് സ്ട്രോങ് ഓർ വീക്ക്, സ്ട്രോങ് ആണോ വീക്ക് ആണോ. രണ്ട്, സൈസ് ഓഫ് ദ അയോൺസ് ആൻഡ് ദെയർ സോൾവേഷൻ, സൈസ് കുറഞ്ഞ അയോൺസ് എന്ത് ചെയ്യാം, അവർക്ക് മോർ കണ്ടക്ട് ചെയ്യാം. പക്ഷേ സൈസ് കുറഞ്ഞവരെന്ത് ചെയ്യും, സോൾവേഷൻ നടക്കും. സോൾവേഷൻ നടന്നാലോ അത് മോർ സോൾവേറ്റ് ചെയ്യപ്പെട്ടാൽ മൊബിലിറ്റി കുറയും. നമുക്കറിയാം Li പ്ലസ് ഒരു അയോൺസ്, സ്മോളസ്റ്റ് അയോൺ Li പ്ലസ് ആണ്. അവർ മോൾട്ടൺ ഫോമിൽ Li പ്ലസ് ആണ് മോസ്റ്റ് കണ്ടക്റ്റിംഗ് എങ്കിൽ അക്വസിൽ CS പ്ലസ് ആണ്. വായി ഈ Li പ്ലസ് ഹൈലി ഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ ഓർഡർ ഇങ്ങനെ വരിക, മോൾട്ടനിലാണെങ്കിലോ തിരിച്ചും വരും. മോൾട്ടൻ്റെ ക്വാളിറ്റി നോ സോൾവേഷൻ, അതുകൊണ്ട് എന്താണ് അവിടെ സ്മോളസ്റ്റ് അയോൺ മോർ കണ്ടക്ഷൻ കാണിക്കും. അക്വസിൽ അവരെന്താണ് ഹൈഡ്രേറ്റഡ് ആണ്, സോ ഹെവിയർ അയോൺ ആണ്, അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല, സീഷ്യം പ്ലസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആണോ വീക്ക് ആണോ, ദെൻ അയോൺസ് സൈസ് സ്മോൾ ആണോ ലാർജ് ആണോ, സോൾവേറ്റഡ് ആണോ അല്ലേ എന്നതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എനെ ഡിപ്പെൻഡ് ചെയ്യും, ബിനെ ഡിപ്പെൻഡ് ചെയ്യും. കളർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് അതൊരു ഫാക്ടറേ അല്ല, സൈസ് ഫാക്ടറാണ്, ദെൻ സോൾവേഷൻ ഫാക്ടറാണ്, ദെൻ നമ്പർ ഓഫ് അയോൺസ് ഫാക്ടർ അല്ലേ, കോൺസെൻട്രേഷൻ. അപ്പോൾ ആൻസർ D ആണ്. ഇത് കൂടാതെ ഞാൻ പറയാം, ഒന്ന് നേച്ചർ സ്ട്രോങ് ഓർ വീക്ക്, രണ്ട് കോൺസെൻട്രേറ്റഡ് ആണോ അല്ലേ, മീൻസ് നമ്പർ ഓഫ് അയോൺസ് പ്രശ്നമാണ്. ദെൻ ചാർജ് ഓൺ ദി അയോൺ, സൈസ് ഓഫ് ദി അയോൺ അല്ലേ, Na പ്ലസ് ഉണ്ട്, അതൊന്ന് കാൽസ്യം 2+ ഉണ്ട്. Greater the charge, greater will be conduction. More the ions, more will be conduction. So more charge, more size, small size, more the number of ions, then stronger electrolyte എന്താണ് കണ്ടക്ഷൻ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും. Question number 18. The incorrect statement is limiting molar conductivity of NaBr minus limiting molar conductivity of sodium iodide is equal to limiting molar conductivity of KBr and NaBr. നോക്കൂ, ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് ചോദിച്ചേ, NaBrൽ രണ്ടായുണ്ട്, Na പ്ലസ് ഉണ്ട്, Br മൈനസ് ഉണ്ട്. Na അയ്യോ Na പ്ലസും I മൈനസും, K പ്ലസും Br മൈനസും, Na പ്ലസും Br മൈനസും. ഇവിടെ NaBr മൈനസ് Na കൊടുത്താൽ Na പ്ലസ് ക്യാൻസൽ ആവും. ഇവിടെ ബാക്കി വരിക ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na പ്ലസ് പോയില്ലേ, Br മൈനസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് I മൈനസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ആരാ ക്യാൻസൽ ആവുക, ബ്രോ ക്യാൻസൽ ആവും. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് K പ്ലസ് മൈനസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na പ്ലസ്. ഇത് ഈക്വൽ ആണോ? ഒരിക്കലും അല്ല, വളരെ തെറ്റാണ്. അതല്ല കോറിലേഷൻസ് ലോ എന്ന് പറഞ്ഞില്ലേ, അത് തെറ്റാണ്. എന്നാൽ ബിയും സിയും ഡിയും നോക്ക്, H2O മോളാർ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോർ H2O H2 H പ്ലസ് ആണ്ട് OH മൈനസ്. HCl-നകത്ത് H പ്ലസ് ഉണ്ട്, Cl മൈനസ് ഉണ്ട്. OH-നകത്തോ K പ്ലസ് ഉണ്ട്, OH മൈനസ് ഉണ്ട്. KCl-നകത്തോ K പ്ലസും Cl മൈനസും. അപ്പോൾ ഇവിടെയുള്ള ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താലേ K പ്ലസും ഇല്ലാണ്ടാവും, Cl മൈനസും ഇല്ലാണ്ടാവും. ബാക്കി ആരാ വരിക, H പ്ലസ് ആണ്ട് OH മൈനസ്. The limiting molar conductivity of a weak electrolyte is the sum of limiting molar conductivities of constituent ions ആണ്. വാട്ടറിൽ കണ്ടക്ഷൻ വെരി ബാഡ് ആണ്, അതിന് ആരെ കണ്ടക്ട് ചെയ്യുക, H പ്ലസും OH മൈനസും ആണ്. ഇവിടെ ഇൻഫിനിറ്റ് ഡയലൂഷനിൽ വി ക്യാൻ എക്സ്പെക്ട് മാക്സിമം കണ്ടക്ഷൻ ഡ്യൂ ടു H പ്ലസ് ആണ്ട് OH മൈനസ് ആയിരുന്നു. സോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് OH മൈനസ്. ഓപ്ഷൻ എ ആണ് ഇൻകറക്റ്റ്, ബി എന്താണ്, അപ്പോൾ ഇത് റോങ് ആണ്, ഇത് കറക്റ്റ് ആണ്. അടുത്ത് നോക്ക്, KCl ആൻഡ് NaCl, K പ്ലസ് Cl മൈനസ് Na പ്ലസ് Cl മൈനസ്, Cl ക്യാൻസൽ ആവും. ഇവിടെയോ K പ്ലസ് Br മൈനസ് Na പ്ലസ് Br മൈനസ്, Br ക്യാൻസലായി. റിയാക്ടർ സൈഡിൽ K പ്ലസും Na പ്ലസും ഡിഫറൻസാ, പ്രൊഡക്റ്റിലും K പ്ലസും Na പ്ലസ് ഡിഫറൻസാ. ശരിയല്ലേ? ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി
ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഇപ്പോൾ NaBr ആൻഡ് NaCl. Na പ്ലസ് Br മൈനസ് Na പ്ലസ് Br മൈനസ് Na പ്ലസ് പോയി. Br മൈനസ് മൈനസ് Cl മൈനസ് Rb പ്ലസ് ക്യാൻസൽഡ്. Br മൈനസ് Cl മൈനസ്. ശരിയല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇത് കോൾഡിഷ് ലോയുടെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19. The electrolyte in H2O2 fuel cell is H2O2 fuel cell electrolyte ആരാ? It is alkali ആണ്. Alkali is used as electrolyte. ഈ H2O2 fuel cell ഇല്ലേ, അവിടെ രണ്ട് കമ്പഷൻ നടക്കുന്ന ആളുകൾ H2 ആൻഡ് O2 ആണ്. ഇവിടെ ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ്? നല്ലോണം ശ്രദ്ധിച്ചോണ്ടു. What is anode? The electrode at which oxidation takes place. അപ്പോൾ ഓർത്താൽ മതി H2 plus O2 together giving H2O എന്നാണ് അല്ലേ? അപ്പോൾ H2Oയിൽ ഹൈഡ്രജൻ +1 സ്റ്റേറ്റിലും ഓക്സിജൻ -2 സ്റ്റേറ്റിലുമാണ്. അപ്പോൾ ഹൈഡ്രജൻ അണ്ടർഗോസ് ഓക്സിഡേഷൻ. അപ്പോൾ ആനോഡിൽ നമ്മൾ ആരെയും കൊടുക്കണ്ടേ? ഹൈഡ്രജനെയാണ്. കാഥോഡിലോ ഓക്സിജൻ ഗ്യാസിനെയാണ്. മറക്കണ്ട കേട്ടോ. സോ ഹൈഡ്രജൻ അണ്ടർഗോസ് ഓക്സിഡേഷൻ, ഓക്സിജൻ അണ്ടർഗോസ് റിഡക്ഷൻ. ഇതാണ് എന്ത്? ഇലക്ട്രോഡ് റിയാക്ഷൻസ്. അതിന് മുഴുവൻ ഇതിൽ ഇൻഡിക്കേഷൻ തന്നുള്ളൂ. ഇത് പ്രോബ്ലം എന്നറിയോ? H2Oയുടെ ഇലക്ട്രോളിസിസ് ഇല്ലേ, അവിടെ H2 ഗ്യാസ് എവിടെ ഉണ്ടാവുക? കാഥോഡിലാണ്. O2 ഗ്യാസോ അറ്റ് ആനോഡാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, H2O2 ഫ്യൂവൽ സെല്ല് ആണെങ്കിൽ അത് ഗാൽവനിക് ടൈപ്പ് ആണ്. അവിടെ H2 ഗോ ടു ആനോഡ് വെറിട്ട് അണ്ടർഗോസ് ഓക്സിഡേഷൻ, O2 ഗോ ടു കാഥോഡ് വെറിട്ട് അണ്ടർഗോസ് റിഡക്ഷൻ. അതേസമയം H2Oയുടെ ഇലക്ട്രോളൈസിസ് ഇലക്ട്രോലൈറ്റിക് സെൽ എടുത്താലോ, for H2 liberated at cathode and O2 formed at anode. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഓക്കെ ആൻസർ ഇവിടെ ഏതാണ്? ആൽക്കലി യൂസ്ഡ് ആസ് ദ ഇലക്ട്രോലൈറ്റ്. ആൽക്കലിയാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. 20. Among the following cell, Leclanche cell, nickel cadmium cell, lead storage battery and mercury cell, secondary ഇതിൽ ആരൊക്കെയെന്നാണ് ചോദിച്ചത്. ഇൻസെർട്ടിൽ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ലാസ്റ്റ് പാർട്ടിൽ കാണാം ബാറ്ററി ഓർ സെല്ലിൻ്റെ ഡിവിഷൻ കാണാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി മീൻസ് റീചാർജ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡറി എന്താണ്? റീയൂസബിൾ ആണ്, റീചാർജബിൾ ആണ്. പ്രൈമറിക്ക് എക്സാമ്പിളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 സെല്ല് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലെക്ലാൻഷ് സെല്ല്, സിങ്ക് ആൻഡ് കോപ്പർ അല്ലേ വരുന്നത്, അതോ സിങ്ക് ആൻഡ് മെർക്കുറി ഏതായിരുന്നു? ഓക്കെ, ലെക്ലാൻഷ് സെല്ല് വരുന്നുണ്ട്. ദെൻ കൂടാതെ മറ്റൊന്ന് മെർക്കുറി സെല്ല് വരുന്നത്, മെർക്കുറി സെല്ല്. ഓക്കെ, മെർക്കുറി സെല്ല് വരുന്നത്. സിങ്ക് കപ്പ് വരുന്നതുകൊണ്ട് മെർക്കുറി സെല്ലും വരുന്നുണ്ട്. അപ്പോൾ ലെക്ലാൻഷ് സെല്ല് എന്താണ്? ഇറ്റ് ഈസ് പ്രൈമറി ആണ്. പ്രൈമറി അവിടെ 1.5 വോൾട്ടാണ് കിട്ടുക. അവിടെ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻവോൾവ് ആയതുകൊണ്ട് ആ വോൾട്ട് എന്തല്ല സ്റ്റഡി ആവില്ല, ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. നിക്കൽ കാഡ്മിയം റീചാർജബിൾ ടൈപ്പിന് എക്സാമ്പിളാണ്, റീചാർജബിൾ ആണ്. അപ്പോൾ സെക്കൻഡറി ആണ്. ലോഡ് സ്റ്റോറേജും എന്താണ്? സെക്കൻഡറി ആണ്. മെർക്കുറി സെല്ലോ, അത് വാച്ചിലൊക്കെ വരുന്ന മെർക്കുറി സെല്ലില്ലേ, അതേതാണ്? അത് പ്രൈമറി ടൈപ്പ്, പ്രൈമറിയാണ്. പ്രൈമറി. അപ്പോൾ ഇതിൽ ആരൊക്കെയാ സെക്കൻഡറി? നിക്കൽ കാഡ്മിയം ആൻഡ് ലെഡ്. സോ 2 and 3. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. സി ഈസ് ദി ആൻസർ. ഇവിടെ മെർക്കുറി സെല്ലിന് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, 1.35 സംതിങ് ആണ് അതിൻ്റെ വോൾട്ട് വരുന്നത്. ഇത് സ്റ്റഡി വോൾട്ടാണ്. അയോൺസ് ഇൻവോൾവ് അല്ല, അതുകൊണ്ട് അയണിക് കോൺസെൻട്രേഷൻ മാറുമ്പോൾ എന്ത് മാറില്ല? പൊട്ടൻഷ്യൽ വോൾട്ടേജ് മാറില്ല. ഓക്കെ, ഇനി 21. വിച്ച് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ ബോയിലിംഗ് പോയിന്റ്? ഇവരുടെ ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. പലപ്പോഴും നമ്മളെല്ലാവരും പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. H2O നമ്മൾ ചാടി വീഴും. ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചാടി വീഴാറുണ്ട്. ശരിയല്ലേ? അത് വളരെ ശരിയാണ്. H2O തന്നെയാണ് ഹയസ്റ്റ്. അപ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് എന്താ വരിക? ഇൻക്രീസോ ഡിക്രീസോ? H2O ഹയസ്റ്റ് ആവുന്ന ഗ്രൂപ്പിൽ താഴേക്ക് ഡിക്രീസ് അല്ല ഉണ്ടാവണ്ടേ? അവിടെ H2O മാറ്റി പിടിക്കുക. പിന്നെ ബാക്കിയുള്ളവർ പറ H2S, H2SC, H2TE, സൾഫൈഡും സെലിനൈഡും ടെല്ലൂറൈഡും. ഡൗൺ ദ ഗ്രൂപ്പ് ദ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസിങ് എന്നാ പറയാ. കാരണം മാസ് കൂടാണ്, ബിക്കം ഹെവിയർ ആൻഡ് ഹെവിയർ, സോ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് എന്നാ പറയാ. അപ്പോൾ H2S കൂടുതലാണ് ആര്? H2SE.
അതിനേക്കാളും കൂടുതലാണ് H2TE. ഇനി വാട്ടർ ഇവിടെ വരിക, ശരിക്കും വാട്ടർ ഇവിടെ വരണ്ടേ, H2S കുറവാണ് വാട്ടർ വരേണ്ടത്. പക്ഷേ ഡ്യൂ ടു ദർ എബിലിറ്റി ടു ഫോം ഹൈഡ്രജൻ ബോണ്ടിങ് ഹാവിങ് ഹയസ്റ്റ് ബോയിലിംഗ് ബോണ്ട് H2 ഹയസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഇതേ പ്രോബ്ലമാണ് എവിടെ ഉള്ളതെന്ന് അറിയോ? പി ബ്ലോക്കിലെ 15th ഗ്രൂപ്പിൽ നൈട്രജൻ്റെ ഫാമിലി, അവിടെ നൈട്രജൻ എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒരു ഗ്രൂപ്പിൻ്റെ ട്രെൻഡിൽ നിന്നും അവരെന്താണ് സംവാട്ട് ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണ്. ഗ്രൂപ്പിൻ്റെ ട്രെൻഡിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട്. ദ ഡിഫറൻസ് ഇസ് ഡ്യൂ ടു ദർ എബിലിറ്റി ടു ഫോം hydrogen bonding with them. But naturally down the group, the mass and size increasing, van der Waals force increases, so boiling point increases. But exceptionally, the first member H2O is having highest boiling point. Why? It is due to their ability to form hydrogen bonding association. ബാക്കി എല്ലാവർക്കും എന്താണ് വീക്ക് വാൻ ഡർ വാൾ അസോസിയേഷൻസ് ലൈക്ക് ഡൈപോൾ ഡൈപോൾ ഓർ ഡൈപോൾ ഇൻഡ്യൂസ് ഡൈപോൾ ആയിരിക്കാം. ബട്ട് വാട്ടറിൽ ഏതാണ് ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ്കസ്റ്റ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ആണ് എന്ത് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 22. In borax, the number of BOB bonds, links and BOH bonds present are. ബൊറാക്സിന്റെ സ്ട്രക്ചർ അറിയില്ലേ? ബൊറാക്സിന്റെ സ്ട്രക്ചർ, അത് സ്ട്രക്ചർ അറിയുന്നവർക്ക് വരക്കാൻ എളുപ്പമാണ്. BB 4 ബോറോണായി, ഓക്കെ. ഇനിയോ ബൊറൈൻ ആവണ്ടേ, ബൊറാക്സ് ആവണ്ടേ? ഇവിടെ ബാക്കി ബോറോണ്, ഓക്കെ, OH ആൻഡ് OH കഴിഞ്ഞോ? ഇല്ലല്ലോ. ഓക്കെ, നൗ വൺ മോർ ബോണ്ട് ഇവിടെ അല്ലേ, ഒരു BOB ബോണ്ട് ഇങ്ങനെ വരും അല്ലേ? യെസ്, ലൈക്ക് ദിസ്. ഇപ്പോൾ എത്ര BOB ബോണ്ടുകളായി? എത്ര BOB ആയി? BOB എന്ന് റൗണ്ട് ചെയ്ത് നോക്ക്. ഇതാ, ഇത് 1, 2, 3, 4, 5. സോറി 5 ഇതല്ലേ? 5 BOB ബോണ്ട് ഉണ്ട്. 5 ആൻഡ് BOH ബോണ്ടുകളോ is 1, 2, 3, 4 നമ്പർ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. പിന്നെ ഇവിടെ ഒരു കാര്യം, ഇത് കോർഡിനേറ്റ് ബോണ്ടാണ്, മൈനസ് ഇവിടെ വരും കേട്ടോ, മൈനസ് വരും. സോ ഇറ്റ്സ് ബൊറാക്സ് വിത്ത് 5 BOB links and 4 BOH links. Okay. Now the product formed when diborane is hydrolyzed are. Diborane hydrolyze ചെയ്യാണ്. It is hydride of boron ആണ്. With water it forms BOH thrice and H2 gas. BOH thrice means എന്താണ്? H3BO3. ഓർത്തോബോറിക് ആസിഡ് അല്ലേ? H3BO3 and H2 gas liberates H2 gas. Option C, H3BO3 and H2. BOH thrice ആണ്, H3BO3 and H2 gas. Okay, option C is the answer. Number 24, question number 24. The stability of dihalides of silicon, germanium, tin and lead increases steadily in the sequence. Dihalide ആണ്, ഡൈഹാലൈഡ്, ടെട്രാഹാലൈഡ് അല്ല, ഡൈഹാലൈഡ്. നമുക്കറിയാം സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. വാട്ട് ആണ് +4 stability down the group decreases. +2 stability down the group increases. Why? It is inert pair effect. So divalent halide, dihalides more stable ആവർക്കാ, it is lead ആയിരിക്കും most stable. അപ്പോൾ താഴേക്ക് +4 സ്റ്റെബിലിറ്റി കുറയും, +2 സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഡയഹാലൈഡ് ഫോമിംഗ് ടെൻഡൻസി എങ്ങനെ പറയാം? ദ ഗ്രേറ്റസ്റ്റ് ഈസ് ഫോർ ലെഡ്. PbCl2 ആണ് എന്ത് മോസ്റ്റ് സ്റ്റേബിൾ ഡയഹാലൈഡ് ദാൻ SnCl2, ദാൻ GeCl2, ദാൻ SiCl2.
അപ്പോൾ SiCl2 സിലിക്കൺ ജെർമേനിയം ടിന്നിൽ സിലിക്കൺ ജെർമേനിയം ടിന്നിൽ ലെഡ്. ഓപ്ഷൻ ഡി ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ഡൈഹാലൈഡ്. വൈ? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇനർട്ട് പെയർ ഇഫക്റ്റ്. എന്താ പറയുക? ഇനർട്ട് പെയർ ഇഫക്റ്റ്. അപ്പോൾ ഹെവിയർ മെമ്പറിൽ എന്താണ് 4+ അല്ല 2+ ആണ് മോർ സ്റ്റേബിൾ ആവുക ഡ്യൂ ടു ഇനർട്ട് പെയർ ഇഫക്റ്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിലിക്കൺ ജെർമേനിയം ടിന്നിൽ ലെഡ്. ഡൗൺ ദ ഗ്രൂപ്പ് the tendency and stability of +2 state increasing, +2 state increasing, +2 state increasing. മനസ്സിലായോ? Okay. Now question number 25. Question number 25. Which of the following properties is not shown by NO? NO നെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. Its bond order is 2.5. NO യുടെ bond order 2.5 ആണെന്ന്. ശരിയല്ലേ അത്? അപ്പോൾ നമ്മൾ σ1s2 ടോട്ടൽ നൈട്രജൻ്റെ 7 ഓക്സിജൻ്റെ 8 അല്ല ഉണ്ടാവുക. ഇറ്റ് ഈസ് 15. ഓക്കെ. അപ്പോൾ σ1s2 σ*1s2 σ*1s2 then σ2s2 σ*2s2. ഇപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോണായി? 8 ഇലക്ട്രോണായി. ആകെ എത്ര വേണ്ടേ? 15 എണ്ണം വേണം അല്ലേ? ദെൻ π2px is equal to π2py 2 അല്ലേ? ദെൻ σ2pz2 എത്രയായി? 2 4 6 8 10 12 14 എത്രയാണ്? 15 അല്ലേ വേണ്ടേ? നൗ π*2px is equal to π*2py. ഇലക്ട്രോൺ ഒരെണ്ണം വരും. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഫില്ലിങ്ങിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൽ നോക്കൂ, ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും ഒന്ന് കൗണ്ട് ചെയ്യുക. ബോണ്ടിങ് 2 4 6 8 10 10 മൈനസ് ആൻറ്റി ബോണ്ടിങ് കൗണ്ട് ചെയ്താലോ 2 4 5 എണ്ണം. 10 minus 5/2 it is 2.5. So the bond order is 2.5. ശരിയല്ലേ? It is correct ആണ്. Not shown by എന്നാണ് ചോദിച്ചത്. So it is shown by അല്ലേ? The bond order shown by NO is 2.5 കറക്റ്റ് ആണ്. ഇനി ഇറ്റ് ഈസ് ഡയമagnetic in nature. ഡയമagnetic in nature ആണോ? ആള് ഡയമagnetic ആണോ? ഇറ്റ് ഈസ് ഡയമagnetic in nature in the gaseous state അല്ലേ? ആണോ? അല്ല. വൈ? ഇറ്റ് ഈസ് 15 ഇലക്ട്രോൺ ആണ്. 15 ഇലക്ട്രോൺ മീൻസ് എന്താണ്? ഓഡ് ഇലക്ട്രോൺ ആണ്. ഓഡ് ഇലക്ട്രോൺ. ഓക്കെ. 15 ഇലക്ട്രോൺ സിസ്റ്റം മീൻസ് ഇറ്റ് ഈസ് ഓഡ് ഇലക്ട്രോൺ സിസ്റ്റം ആണ്. മസ്റ്റായിട്ട് അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. അല്ല എന്തുണ്ടാവില്ല? ഡയ ആവില്ല. ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ഡയ എന്നുള്ള കോൺസെപ്റ്റ് നോട്ട് മാച്ചിങ്. ഇനി ഇറ്റ് ഈസ് ന്യൂട്രൽ ഓക്സൈഡ്. NO ആൻഡ് N2O ആർ ന്യൂട്രൽ ഓക്സൈഡ്. വീനോ NO ആൻഡ് N2O ആർ ന്യൂട്രൽ ഓക്സൈഡ്സ് ആണ്. അപ്പോൾ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇതും ശരിയാണ് അല്ലേ? ഇറ്റ് കമ്പൈൻ വിത്ത് ഓക്സിജൻ ആൻഡ് ഫോംസ് നൈട്രജൻ ഡയോക്സൈഡ്. ശരിയല്ലേ? NO + O2 ഗിവിങ് NO2. ശരിയല്ലേ? ഓക്കെ, അതും കറക്റ്റാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് മാച്ചിങ് കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് 26. Of the following compounds, the most acidic one is the most acidic one. ഇതിലാരാണ് most acidic one? ആർസനിക്, ഫോസ്ഫറസ്, ആൻറ്റിമണി, ബിസ്മത്ത്. ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ഇതാർക്കാണ് മോസ്റ്റ് അസിഡിക് നേച്ചർ? നോക്ക്, ഫോസ്ഫറസ്, നൈട്രോജന്, ഫോസ്ഫറസ്, പിന്നെ ആരാ പറയുക? ആർസനിക്, ആൻറ്റിമണി ആൻഡ് ബിസ്മത്ത്. ഡൗൺ ദ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലല്ലേ ചെയ്യുന്നത്? മെറ്റാലിക് ഇൻക്രീസിങ് അല്ലേ? മെറ്റാലിക് ക്യാരക്ടർ കൂടിയാൽ അവിടെ എന്താണ്? ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യും അല്ലേ? ബേസിക് നേച്ചർ ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? ബേസിക് നേച്ചർ ഇൻക്രീസസ്. അപ്പോൾ അസിഡിക് നേച്ചറോ കുറയൂല്ലേ? അസിഡിക് നേച്ചർ ഡിക്രീസ് ചെയ്യും. സോ മോസ്റ്റ് അസിഡിക് ആരായിരിക്കും? അപ്പോൾ ടോപ്പിലെ ആളായിരിക്കും. ടോപ്പിലെ ആൾ ആരാ? ഇറ്റ് ഈസ് നൈട്രജൻ അല്ല, അവിടെ ഫോസ്ഫറസാ. സോ P2O3 ഇറ്റ് ഈസ്
അസിഡിക് മോസ്റ്റ് അസിഡിക് താഴേക്ക് മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണ്. ബിസ്മത്ത് ഒക്കെ മെറ്റലാണ്. മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് ബേസിക് നേച്ചറാണ്, അസിഡിക് അല്ല, ഇറ്റ് ഈസ് ബേസിക് ഇൻ നേച്ചർ. സോ ഡൗൺ ദ ഗ്രൂപ്പ് ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ്. സോ ടോപ്പിൽ അസിഡിക് ക്യാരക്ടർ കൂടുതലാണ്. ഇറ്റ് ഈസ് ഫോസ്ഫറസ് P2O3 ഈസ് ദി ആൻസർ. നൗ 27. Strong reducing behavior of H3PO2 is due to H3PO2 സ്ട്രക്ചർ അറിയില്ലേ? H3PO2 സ്ട്രക്ചർ it is P double bond O H H then O H H3PO2. ഇതിൽ ഒരു അസിഡിക് എച്ച് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമാണ് അസിഡിക് എച്ച് ഉള്ളത്. ഇത് രണ്ടും എന്തല്ല അസിഡിക് എച്ച് അല്ല. ഈ പി എച്ച് ബോണ്ട് ബ്രേക്ക് ചെയ്യുക വഴി അവർക്ക് എന്ത് ചെയ്യാം? എച്ചിന് റിലീസ് ചെയ്യാം. അപ്പോൾ ഈ ഒ എച്ചിന് വരുന്ന എച്ച് അസിഡിക് എച്ചും ഈ 2 എച്ച് എന്താണ്? റെഡ്യൂസിങ് എച്ചുമാണ്. 2 എച്ച് എന്താണ്? റെഡ്യൂസിങ് എച്ച് ആണ്. അപ്പോൾ H3PO3 കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് വിചാരിക്കാൻ അറിയാണ്ടേ? ഇറ്റ്സ് എ ട്രൈപ്രോട്ടിക് ഗ്യാസ് എന്ന് തോന്നിയേക്കാം. H3PO2 എന്താണ്? ട്രൈപ്രോട്ടിക് എന്ന് തോന്നും. ബട്ട് എന്താണ് ആക്ച്വലി? ഇറ്റ് ഈസ് മോണോപ്രോട്ടിക്. മോണോപ്രോട്ടിക് ആണ്. ആര്? H3PO2 is monoprotic. അപ്പോൾ H3PO3യോ? H3PO3 ആണെങ്കിലോ അത് ഒരു എച്ചും കൂടെ എന്തായിട്ട് മാറി? അസിഡിക് എച്ച് ആയിട്ട് മാറി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റെഡ്യൂസിങ് എച്ചും 2 അസിഡിക് എച്ചും ഉണ്ടാവും. ഇനി H3PO4 ആയാലോ? പിന്നെ അയക്ക് എന്തില്ല റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഇല്ല. അത് ട്രൈപ്രോട്ടിക് ആസിഡായിട്ട് മാറിയിട്ടുണ്ടാവും. ട്രൈപ്രോട്ടിക് ആസിഡായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ചോദ്യം ഇതാണ്, the reducing behavior is due to H3PO4 reducing H ഇല്ല. H3PO3ക്ക് ഒരു റെഡ്യൂസിങ് എച്ച് ഉണ്ടായിരുന്നു. H3PO2ക്ക് 2 റെഡ്യൂസിങ് എച്ച് ഉണ്ട്. സോ ലോ ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് ഫോസ്ഫറസ് ആണോ? പ്രസൻസ് ഓഫ് 2 OH ഗ്രൂപ്പ്സ് ആൻഡ് 1 pH ബോണ്ട് അല്ല. പ്രസൻസ് ഓഫ് 1 OH ആൻഡ് 2 pH ബോണ്ട്. ഇതാണ് ആൻസർ. 2 pH ബോണ്ട് അവിടെ ഉണ്ട്. ഹൈ ഇലക്ട്രോൺ എന്തായാലും ഫോസ്ഫറസ് അല്ല. ഇറ്റ് ഈസ് 2 pH ബോണ്ട്. ഇറ്റ് ഈസ് 2 pH bond. Okay. Next, interhalogen compounds having dimeric structure is. ഇതിൽ ആരാണ് ഡൈമറിക് സ്ട്രക്ചർ ഫോം ചെയ്യാറുള്ളത്? ഇറ്റ് ഈസ് ClF3, Br3, IF3 ആൻഡ് ICl3. ഇറ്റ് ഈസ് ICl3 ആണ് ഫോം ചെയ്യുക. ICl3. അപ്പോൾ ICl3യുടെ കാര്യത്തിൽ നമുക്കറിയാം ശരിക്കും ബേസിക്കലിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? ICl3 അല്ലേ? ശരിക്കും അത് ഒരു ഇങ്ങനെയാണ് വരിക. ടി ഷേപ്പാണ് വരിക. ടി ഷേപ്പാണ്. ഇവിടെ ഈ ഒരു ബോണ്ട് ആംഗിൾ ഉണ്ടല്ലോ, 120 ആണ് ആംഗിൾ വരുന്നത്. ഓക്കെ, അത് ഡൈമറൈസ് ചെയ്ത് കഴിഞ്ഞാലോ? ഡൈമറൈസേഷൻ വഴിയോ? ഡൈമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾക്ക് 5 വാലൻസിലുള്ള ട്രയാങ്കിൾ ബൈ പിരമിഡിലല്ലേ? അടുത്ത വാലൻസി വരുന്ന സമയത്ത് ഈ അയഡിനും തമ്മിലല്ലേ ഒരു ക്ലോറിനെ അവർ കോമൺ ആക്കും, ബ്രിഡ്ജ് ഉണ്ടാക്കും. ക്ലോറിൻ ബ്രിഡ്ജായിട്ട് മാറി. ഇനി ബാക്കി 2 ക്ലോറിന് അവിടെ തന്നെ ഉണ്ട്. ഓരോ ക്ലോറിന് അവരെന്ത് ചെയ്തു? ബ്രിഡ്ജാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി എന്തുണ്ട്? ഓരോ അയോഡിനിൽ എന്തുണ്ട്? 2 ലോൺ പെയർ വീതമുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് സിംപ്ലി വേർഡ് ഇസ് ഒക്ടാഹൈഡ്രൽ ജോമെട്രി ആയി. നൗ ദ ലോൺ പെയർ ബിറ്റ്വീൻ ബോണ്ട് ആംഗിൾ എത്രയാ? ഇറ്റ് ഈസ് 180 ഡിഗ്രി ആയി. സോ 120യിൽ നിന്ന് ലോൺ പെയർ LP റിപ്പൾഷൻ 180 ഡിഗ്രിയിലേക്ക് റെഡ്യൂസ് ചെയ്തു. മാത്രമല്ല ഈ ക്ലോറിൻ്റെ ക്വാളിറ്റി, ഫ്ലൂറിൻ എന്താണ്? ഫ്ലൂറിൻ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് അയാൾ ബ്രിഡ്ജിൽ വരെയുള്ള ടെൻഡൻസി കുറവായിരിക്കും. ഇത് ത്രൂ അയഡിൻ ക്ലോറിൻ യെസ് ബ്രിഡ്ജ് ഫോമിങ് ബനാന ബോണ്ട് എന്ന് പറയില്ല നമ്മൾ. ഇറ്റ് ഈസ് 4 ഇലക്ട്രോൺ 3 സെൻറ്റർ ബോണ്ടുകൾ. 3 സെൻറ്റർ 1 2 3 1 2 3 2 ഇലക്ട്രോൺ ആണോ? യെസ് 4 ഇലക്ട്രോൺ ഇല്ല, സോറി 4 യെസ് ക്ലോറിൻ്റെ ലോൺ പെയർ അല്ലേ? ക്ലോറിൻ്റെ ലോൺ പെയർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ബോണ്ട് ഫോം ചെയ്യുക. ക്ലോറിൻ്റെ ലോൺ പെയർ വെച്ചിട്ടാണ് ബോണ്ട് ഫോം ചെയ്യിക്കുക. ശരിയല്ലേ? 4 ഇലക്ട്രോൺ അല്ല, ഇറ്റ് ഈസ് 2 2 അല്ല 4 അല്ലേ? നോക്കൂ, ഈ ക്ലോറിൻ്റെ ലോൺ പെയർ കൊണ്ടാണ് ഇങ്ങോട്ട് ബോണ്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇയാൾ ലോൺ പെയർ കൊണ്ടാണ് ഉണ്ടാക്കുക. സോ 1 2 3 3C 4E ബോണ്ടുകളാണ്. 3C 4E ബ്രിഡ്ജ് സ്ട്രക്ചേഴ്സാണ്. ബ്രിഡ്ജ് സ്ട്രക്ചേഴ്സാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ICl3 ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡൈമറിക് ഫോം. 2 കാര്യങ്ങളാണ്. മറ്റേ ഫ്ലൂറിൻ ആണെങ്കിൽ എന്താണ്? ലോൺ പെയറിന് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ക്ലോറിൻ ആകുമ്പോൾ എന്താണ്? ഫ്ലൂറിൻ്റെ അത്ര ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? മറ്റേ ആറ്റവുമായിട്ട് അത് ഷെയറിങ്ങിലേക്ക് വരാം. ഇതിപ്പോൾ അയോഡിനിലേക്ക് എന്ത് ചെയ്യണം?
അങ്ങോട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ബ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ട്. ശരിയല്ലേ? അത് പൂർണ്ണ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ബോണ്ട് ആംഗിൾ ലോൺ പെയർ ആംഗിൾ എത്രയാണ്? 180 ആണ്. അത് 120 ആണ് നോർമൽ കേസിൽ. അത് ഡൈമറൈസ് ചെയ്താലോ ഇറ്റ് ക്യാൻ ബിക്കം 180 ആയിട്ട് മാറുകയും ചെയ്യും. സോ എനിവേ ICl3 can form simply form bridged structures. Now 29, question number 29, question number 29. A brown ring is formed in the ring test for nitrate ion. It is due to the formation of P block വരുന്നിട്ടുള്ള ബ്രൗൺ റിംഗ് ടെസ്റ്റിൻ്റെ റിയാക്ഷൻ ആണ്. P block ബ്രൗൺ റിംഗ് ടെസ്റ്റിൻ്റെ റിയാക്ഷൻ ആണ്. അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? FeH2O 5 times NO2+ ആണ് അല്ലേ? Fe പെൻഡ അക്വ H2O 5 times പെൻഡ അക്വ നൈട്രോസോണിയം അല്ലേ? നൈട്രോസോണിയം അയൺ 2+. ഇതാണ് എന്ത്? ഇവിടെ ബ്രൗൺ റിംഗ് ടെസ്റ്റിൽ വരുന്ന ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ഇതാണ്. നൈട്രോസോണിയം കോമ്പൗണ്ട് ഫോർമേഷനാണ്. ഇവിടെ 2-3 പ്രശ്നങ്ങൾ. നോർമലി ഒരു ചെറിയൊരു കോൺസെപ്റ്റൽ മിസ്റ്റേക്ക് അല്ല, ഒരു എറർ എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിനകത്ത് NO+1 ആണോ NO0 ആണോ NO- ആണോ എന്നൊക്കെ സംശയം ഉണ്ടാവും അല്ലേ? അതത്രയും ചർച്ചകൾ നടക്കുന്നുണ്ട് സയൻറ്റിഫിക് വേൾഡിൽ. അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയാൻ കഴിയില്ല, എല്ലാത്തിനും പ്രൂഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ NO+ എടുക്കുകയാണെങ്കിൽ, ഇഫ് യു കൺസിഡറിങ് NO ആസ് NO+ എടുക്കുകയാണെങ്കിൽ അയൺ +1 സ്റ്റേറ്റിലാവും. ഇഫ് യു ആർ ടേക്കിംഗ് NO ആസ് NO+ ലിഗാൻഡ് ആണെങ്കിൽ നമ്മുടെ അയൺ എന്താ പറയുക? അയൺ +1 സ്റ്റേറ്റില്ല. ഈ അയണിൻ്റെ +1 ആണല്ലോ, അത്ര ഫെമിലിയർ അല്ലേനും അല്ലല്ലോ. ഇനി NO നിങ്ങൾ ന്യൂട്രൽ ലിഗാൻഡിൽ എടുക്കുകയാണെങ്കിലോ അവിടെ അയണ് +2 സ്റ്റേറ്റില്ല, അത് അയണിൻ്റെ കോമൺ സ്റ്റേറ്റ് ആണേനും. then NO നിങ്ങൾ NO- എടുക്കുകയാണെങ്കിലോ അവിടെ Fe3+ ആയിരിക്കും ഉണ്ടായിരിക്കുക, അതും അയണിന് കോമൺ ആണ്. അപ്പോൾ NO+ തന്നെ വാശി പിടിക്കാൻ നിൽക്കണ്ട, അയണിന് പരിചയമില്ലാത്ത സ്റ്റേറ്റാണ് +1 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ NCERT അങ്ങനെ സ്പെസിഫിക്കലി അതിൻ്റെ സ്റ്റേറ്റ് ഒന്നും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ ഈ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ടെന്നേ പറയുന്നുള്ളൂ. ഈ NO ആണെങ്കിൽ NO+ ഉണ്ട്, NO- ഉണ്ട്, NO ന്യൂട്രലും ഉണ്ട്. NO+ലാണെങ്കിൽ അപ്പോൾ നൈട്രോസോണിയം എന്ന് പറഞ്ഞാൽ സംശയമൊന്നും വേണ്ട. നൈട്രോസോണിയം എന്നാണെങ്കിൽ അയൺ +1 സ്റ്റേറ്റിലാണ്. നൈട്രോസിലാണെങ്കിലോ ഇറ്റ് ഈസ് +2 സ്റ്റേറ്റ് ആണ്. ആനോണിക് ഫോമിലാണെങ്കിലോ +3 സ്റ്റേറ്റിലാണ്. ഇത് മൂന്നിനും സയൻറ്റിഫിക്കൽ എവിഡൻസ് പറയുന്നുണ്ട്. പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെങ്കിൽ NO ഈസ് +1 ആൻഡ് അയൺ ഈസ് ഇൻ +1 സ്റ്റേറ്റ് ആണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലും പഴയ ബുക്സിൽ കൊടുത്തിരിക്കുന്നത്. റീസെൻ്റ് അപ്ഡേഷനിൽ എന്തുണ്ട്? തിരുത്തുകളുണ്ട്. പക്ഷേ ഓൾഡ് ക്വസ്റ്റ്യൻ സെറ്റിലൊക്കെ എന്താണ്? ഇറ്റ് ഈസ് NO+ ലിഗാൻഡ് ആണെന്നും അയൺ ഈസ് ഇൻ +1 സ്റ്റേറ്റ് ആണെന്നും പറയപ്പെടുന്നു കേട്ടോ. സോ ഓപ്ഷൻ A ഈസ് ദി ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 30. Question number 30. Which of the following pair of compound is neutral? ഇതിൽ ആരൊക്കെയാണ് ന്യൂട്രൽ എന്ന്? N2O ന്യൂട്രൽ ആണ്, ബട്ട് N2O5 അസിഡിക് ആണ്. N2O4 അസിഡിക് അല്ലേ? NO2 അസിഡിക്, N2O4 അസിഡിക്. ഇറ്റ്സ് N2O ആൻഡ് NO. N2O ആൻഡ് NO. പി ബ്ലോക്കിലെ നൈട്രജൻ്റെ ഓക്സൈഡ്സിൽ N2Oയും NOയും എന്താണ്? ന്യൂട്രൽ ആണ്. കാർബണിൽ കാർബൺ മോണോക്സൈഡ് എന്താണ്? ന്യൂട്രൽ ആണ്. ഇവിടെ CO2 എന്താണ്? അസിഡിക് ആണ് അല്ലേ? അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക. നമ്മൾ പീരിയോഡിക് ടേബിളായിട്ടും പി ബ്ലോക്കിലൊക്കെ ആയിട്ടും ഓരോ ഓക്സൈഡ്സിൻ്റെ നേച്ചർ പഠിച്ചു വെക്കുന്നുണ്ട്. ന്യൂട്രൽ ആൻഡ് അസിഡിക് ആൻഡ് ആംഫോട്രിക് ഓക്സൈഡ്സിൻ്റെ ലിസ്റ്റെല്ലാം പഠിച്ചു വെക്കണം. ഓക്കെ, എന്നാൽ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ബ്രേക്കിന് ശേഷമാവും കേട്ടല്ലോ. ഓക്കെ ദെൻ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ,
SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ. പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 NEET JEE ലൈവ് ക്ലാസുകൾ,
പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഹായ് ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 30 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നൗ റിമൈനിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈഡ്രൈഡ് ഹാസ് ദ ഹയസ്റ്റ് റെഡ്യൂസിങ് എബിലിറ്റി. ഹൈഡ്രൈഡ് വിത്ത് റെഡ്യൂസിങ് എബിലിറ്റി എന്നാണ് പറഞ്ഞത്. വാട്ട്സ് റെഡ്യൂസിങ് ഏജന്റ്? ഇലക്ട്രോൺ സപ്ലയർ ആണ്. അപ്പോൾ ഇതിൽ ആരാണ് ഹയസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് H2O. H2Oക്കകത്ത് H+1 ആണ്, ഓക്സിജൻ -2 ആണ്. അപ്പോൾ ഇതിൽ H+ ഹൈഡ്രജൻ സപ്ലയർ ആണെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കേണ്ട ആളാണ്. ഓക്സിജൻ ഇലക്ട്രോൺ കൊടുക്കേണ്ട താല്പര്യമില്ലാത്ത ആളൊന്നുമില്ല. H2S ഓക്കെ, H+ സൾഫൈഡും ആണ്. ഓക്സൈഡിനേക്കാളും കൂടുതലായിട്ട് മാർക്ക് എന്ത് ചെയ്യുക, സൾഫൈഡിന് റെഡ്യൂസ് ചെയ്യാനായിട്ട് മാറാം. H2S ആൻഡ് H2Te ഇല്ലേ, സെലീനിയം ആൻഡ് ടെല്ലൂരിക്ക് മെറ്റൽസ് ആണ്. മെറ്റൽസിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക, അവിടെ H- ആയിട്ട് മാറിയിട്ടുണ്ടാവില്ലേ, ടെല്ലൂരിയം 2+ലേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ. സോ ഹൈഡ്രൈഡ് അയോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അത് മെറ്റൽ ഹൈഡ്രൈഡാ, ദർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. സോ ഇറ്റ് ഇസ് മെറ്റൽ ഹൈഡ്രൈഡ് ആണെന്ത് റെഡ്യൂസിങ് ഏജന്റിൽ പവർ. മോസ്റ്റ് മെറ്റാലിക് മെറ്റൽ ഹൈഡ്രൈഡ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. ഇറ്റ് ഇസ് ടെല്ലൂരിയം ഹൈഡ്രൈഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക കേട്ടോ. മെറ്റൽ ഹൈഡ്രൈഡ് റെഡ്യൂസിങ് ഏജന്റായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. നോൺ മെറ്റൽ ഹൈഡ്രൈഡിൽ ഇലക്ട്രോനെറ്റിവിറ്റി കൂടി കഴിഞ്ഞാൽ അവർക്ക് ആ ക്വാളിറ്റി ഉണ്ടാവില്ല, കുറഞ്ഞാൽ ആ ക്വാളിറ്റി വരും. അപ്പോൾ ഹൈഡ്രൈഡ് വിത്ത് ഹൈഡ്രജൻ ബോണ്ട് ടു ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, എന്തായിരിക്കും മോർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ കോപ്പർ ആൻഡ് ഹോട്ട് കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ കോപ്പർ വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആണ് ചോദ്യം. കോപ്പർ വിത്ത് സൾഫ്യൂരിക് ആസിഡ്, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആകുമ്പോൾ റിയാക്ഷൻ ചാൻസ് വളരെ കുറവാണ്, റിയാക്ഷൻ നടക്കില്ല ഡൈലൂട്ട് കണ്ടീഷനിൽ. ഡൈലൂട്ട് ആൻഡ് കോൾഡ് കണ്ടീഷനിൽ റിയാക്ഷൻ ഇല്ല, കാരണം കോപ്പറിന് H+ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയില്ല. ഡൈലൂട്ട് സൊല്യൂഷനിൽ H+ന് കോപ്പറിന് എന്ത് ചെയ്യാൻ കഴിയില്ല, കോപ്പറിന് H+ എന്ന അയോണിന് H2 ഗ്യാസ് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇഫ് യു ആർ മിക്സിങ് കോപ്പർ ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ്, അവിടെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഇലക്ട്രോളൈസിസിൻ്റെ കേസിൽ തന്നെ സൾഫ്യൂരിക് ആസിഡ് ഡൈലൂട്ടും കോൺസെൻട്രേറ്റ് എടുക്കുന്ന സമയത്ത് എന്താണ്
റിയാക്ടിവിറ്റി അല്ലെങ്കിൽ സെലക്ടിവിറ്റി മാറാറുണ്ട്. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇലക്ട്രോളൈസിസിൽ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡും കോൺസെൻട്രേറ്റും തമ്മിൽ എന്തുണ്ട്, പ്രൊഡക്റ്റിൽ ആനോഡിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇഫ് യൂസിങ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് അറ്റ് ആനോഡ് O2 gas is formed. Otherwise, if you are taking concentrated sulfuric acid, you will get peroxide disulfate. അല്ലേ? അപ്പോൾ അവിടെ ആ കോൺസെൻട്രേഷൻ മാറുമ്പോൾ ഉള്ളൊരു സെലക്ടിവിറ്റി അവിടെ മാറ്റം വരുന്നുണ്ട്. സോ കോൺസെൻട്രേഷൻ മാറുമ്പോൾ സൾഫേറ്റിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ മാറ്റം വരും. അതല്ലെങ്കിൽ സൾഫേറ്റിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ മാറ്റം വരും. അപ്പോൾ അവർ കോപ്പറിന് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ, ഓക്സൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുക, ഇവിടെ H+ റോളില്ല. സൾഫേറ്റ് ആയിട്ട് ഹയർ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാം, എബോവ് 1 മോളർ ആവണം. ഹൈ കോൺസെൻട്രേഷൻ സൾഫേറ്റിന് എന്ത് ചെയ്യാം, കോപ്പറിന് ഹോട്ട് കണ്ടീഷനിൽ ഓക്സിഡൈസ് ചെയ്യാം. സോ കോപ്പർ ബിക്കം കോപ്പർ +2 ആയിട്ട് മാറും. പിന്നെയോ സൾഫേറ്റ് ബിക്കം SO2 ആയിട്ട് മാറും. ഓക്കെ, നൗ അൺറിയാക്റ്റഡ് സൾഫേറ്റുമായിട്ട് കൂടിയിട്ട് കോപ്പർ സൾഫേറ്റ് ആയിട്ട് കിടക്കും. സോ കോപ്പർ ബിക്കം കോപ്പർ സൾഫേറ്റ് ആൻഡ് SO2 ഗ്യാസ്. കോപ്പർ സൾഫേറ്റും ഉണ്ടാവും, SO2 ഗ്യാസും ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, കണ്ടീഷൻഡ് ആണ്. ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് കണ്ടീഷനിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുക, റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, ഡൈല്യൂട്ട് ആയാലും കോൺസെൻട്രേറ്റ് ആയാലും ഹോട്ടായാലും കോൾഡ് ആയാലും എന്താണ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. നേൺസ്റ്റ് ഇക്വേഷനിൽ എന്തുണ്ട്, കോൺസെൻട്രേഷൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും മാറ്റം വരുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, റിയാക്ഷൻ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് മീൻസ് എന്താണ്, അത് നേൺസ്റ്റ് ഇക്വേഷൻ്റെ കണ്ടീഷൻസ് ആയി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ വയലേഷൻ ആയി. അപ്പോൾ പിന്നെ സെലക്ടിവിറ്റി നമ്മൾ നോർമലി റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഓർഡർ നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ഓക്കെ, സോ വിത്ത് ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് they can react with the copper sulfate, can oxidize copper into copper +2. It thereby become copper sulfate and SO2 gas. അപ്പോൾ ചോദ്യം ഇതാണ്, the reaction between copper and hot concentrated sulfuric acid produces SO3 അല്ല, അങ്ങനെ സൾഫറിലെ സൾഫ്യൂരിക് ആസിഡ് സൾഫർ +6 സ്റ്റേറ്റിലെ, ഇവിടെ +6 സ്റ്റേറ്റിലെ, പിന്നെ +6 സ്റ്റേറ്റിലാകുമ്പോൾ റിഡക്ഷൻ നടന്നിട്ടില്ലല്ലോ സൾഫ്യൂരിക് ആസിഡിന്. സൾഫേറ്റ് ബിക്കം SO2, ഇവിടെ +4 സ്റ്റേറ്റിലെ. സോ സൾഫ്യൂരിക് ആസിഡ് ഇറ്റ് ബിക്കം SO2 സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറും. പിന്നെ H2 ഗ്യാസ് ഫോം ചെയ്യുന്നില്ല, കാരണം H+നല്ല അവിടെ റിയാക്ഷൻ നടക്കുന്നത്. H+നല്ല റിയാക്ഷൻ നടക്കുന്നത്, ആർക്കാണ്, കോപ്പറിനാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം H+ന് കോപ്പർ +2 ആൻഡ് H+ അല്ലെങ്കിൽ കോപ്പർ +2 ആൻഡ് H2 ഇല്ല, ചാൻസ് ഒന്നും ഇല്ലല്ലോ, റിയാക്ഷൻ ഇല്ല അവിടെ, ഇല്ല, നോ പോസിബിലിറ്റി. സോ കോപ്പർ +2 ഫോം ചെയ്യാം, SO2 ഫോം ചെയ്യാം. കോപ്പർ +2 പ്രൊഡക്റ്റ് പറയുമ്പോൾ കോപ്പർ സൾഫേറ്റ് ആണ്, എന്തായാലും കുഴപ്പമില്ല. SO2 ആണ് ഗേഷ്യസ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. ദെൻ കോപ്പർ +2 ഓൾസോ പ്രൊഡ്യൂസസ് ദെയർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ അല്ല, ആസ് എ പ്രൊഡക്റ്റ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. സോ കോപ്പർ സൾഫേറ്റിൻ്റെ കോപ്പർ +2 ഉണ്ട്, SO2 ഗ്യാസും ഉണ്ട്. സോ ഗേഷ്യസ് പ്രൊഡക്റ്റ് ആയിട്ട് SO2 ഉണ്ടാവുക, കോപ്പർ ഇൻ ദ ഫോം ഓഫ് കോപ്പർ സൾഫേറ്റ് ആണ് അവിടെ കിടക്കുന്നുണ്ടാവുക. അവിടെ ആൻസറായിട്ട് ബിയും സിയും ഫിറ്റാണ് കേട്ടോ. സോ SO2 സെലക്ട് ചെയ്തേ ഉള്ളൂ. Now 33. The color of pure ozone when it is in the solid state. Pure ozone കളറാണ്, അതറിയല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് വയലറ്റ്, ബ്ലാക്ക് വയലറ്റ് ആണ്. Now 34. The halogen groups chlorine is a gas and bromine is a liquid. Then the next halogen iodine will be. അവിടെ ഫ്ലൂറിന് ഗ്യാസ് ആണ്, ക്ലോറിനും ഗ്യാസ് ആണ്, ബ്രോമിൻ എന്തായിട്ട് മാറിയത് ഗ്യാസ് ലിക്വിഡ്. അയഡിൻ ഒന്നുകിൽ ലിക്വിഡ് ആവണം അല്ലെങ്കിൽ സോളിഡ് ആവണം അല്ലേ. അയഡിൻ എന്താണ്, അറ്റ് റൂം കണ്ടീഷനിൽ ഇറ്റ് ഈസ് ലിക്വിഡ് അല്ല, സോളിഡ് വിത്ത് ഹൈ സോളിഡ് അറ്റ് റൂം കണ്ടീഷൻ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ അല്ലേ, ഓപ്ഷൻ എ. Question number 35. Paramagnetism of chromium, atomic number 24, Mn2 plus with 25, Fe3 plus with 26 are XYZ respectively. Then they are in the order. ഇവിടെ എന്താണ് പാരാമാഗ്നറ്റിസം വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. ക്രോമിയം 24 അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് 4s1 3d 5 ആണ്, 6 അൺപെയർഡ് ഇലക്ട്രോൺസ്. Then manganese 2+ അല്ലേ, 3d 5 unpaired electrons. Fe plus 3, again 3d 5 unpaired electrons. ശരിയല്ലേ.
സോ മാക്സിമം വാല്യൂ ക്രോമിയം then manganese and iron 3 plus equal to y and z equal x maximum വരും 600 കറസ്പോണ്ടിങ് റൂട്ട് റൂട്ട് 35 എത്ര വരും അല്ലല്ല 600 ഇലക്ട്രോൺ അല്ലേ അപ്പോൾ 48 6 48 റൂട്ട് 48 വരും 5 ആണെങ്കിലോ 6 into 6 36 റൂട്ട് 35 എന്ന് വരും അഗൈൻ റൂട്ട് 35 എന്ന് വരും 5 into 7 സോ ഹയസ്റ്റ് വാല്യൂ എക്സ് ദെൻ ഫോളോഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു സെഡ് എന്ന് വരും ശരിയല്ലേ നൗ given that E0 CU2 പ്ലസ് ബാർ CU പോസിറ്റീവ് ആണ് AG പ്ലസ് ബാർ AG പോസിറ്റീവ് പ്ലസ് 8.80 ആണ് മഗ്നീഷ്യം മൈനസ് 2.37 ഉണ്ട് അലുമിനിയം 1.66 ഉണ്ട് നെഗറ്റീവിലാണ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് ദ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഡിക്രീസസ് മാക്സിമം ഡെൽറ്റ ജി ഡിക്രീസ് മാക്സിമം മീൻസ് എന്താണ് മോർ നെഗറ്റീവ് എന്ന നെഗറ്റീവ് മീൻസ് ഡിക്രീസ് ആണ് ആൻഡ് ഇറ്റ് ഷുഡ് ബി മോർ ഡിക്രീസ് ആവണം മീൻസ് അതിന് ആ ഡിക്രീസ് മാക്സിമം ആവണമെങ്കിൽ ഡെൽറ്റ ജി മാക്സിമം മോർ നെഗറ്റീവ് ആവണമെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു എൻ എഫ് ഇ സീറോ ആണ് അല്ലേ മൈനസ് എൻ എഫ് ഇ സീറോ ആണ് ഡെൽറ്റ ജി ഇഫ് ഇറ്റ് ഈസ് ലാർജ്ലി നെഗറ്റീവ് ഇ സീറോ ബിക്കം ലാർജ് ആവണം പോസിറ്റീവ് ആവണം ലാർജ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സീറോ വാല്യൂ വെരി ലാർജ് ആവണമെങ്കിൽ ആൻഡ് വി നോ ഇ സീറോ സെൽ ഇസ് ഈക്വൽ ടു ഇ സീറോ കാഥോഡ് മൈനസ് ഇ സീറോ ആനോഡ് ആരാ കാഥോഡ് ആരാ ആനോഡ് അപ്പോൾ അത് വാല്യൂ മാക്സിമം ആവണമെങ്കിൽ ഈ സീറോ കാഥോഡ് മാക്സിമം ഈ സീറോ ആനോഡ് മിനിമം ആവണം അപ്പോൾ ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആള് ഹയസ്റ്റ് വാല്യൂ ആരാ 0.34 0.8 പോസിറ്റീവ് ആണ് ഇപ്പോൾ മൈനസ് യെസ് സിൽവർ ആണ് കാഥോഡ് വരേണ്ടത് കാഥോഡിൽ ആര് വരണം സിൽവർ വരണം സിൽവർ ആസ് കാഥോഡ് അപ്പോൾ ഇ സീറോ എ ജി പ്ലസ് ബാർ എ ജി മൈനസ് ആനോഡായിട്ട് ലീസ്റ്റ് വാല്യൂ ഉള്ള ലീസ്റ്റ് ആർക്കാ മൈനസ് 1 പോയിന്റ് മൈനസ് 2 പോയിന്റ് സോ മാഗ്നീഷ്യം വരണം ഇ സീറോ എം ജി ടു പ്ലസ് ബാർ എം ജി അപ്പോൾ കാഥോഡ് സിൽവറും ആനോഡ് മാഗ്നീഷ്യം അപ്പോൾ ഏതാ സെല്ല് വരിക എം ജി ബാർ എം ജി ടു പ്ലസ് ആനോഡ് എ ജി പ്ലസ് ബാർ എ ജി കാഥോഡ് ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ സോ അവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് എത്ര വരിക ഇറ്റ് ഈസ് 0.80 മൈനസ് 2.37 എന്ന് വരും ഡിഫറൻസ് മാക്സിമം അവിടെയാണ് 2.37 0.17 2.2 പ്ലസ് 0.8 3.17 വരും അല്ലേ സീക്വൽ 3.17 ആണ് ഈ സീറോ വരിക അത്ര വലിയ വാല്യൂ ഈ തന്നിട്ടുള്ള സെറ്റിൽ എന്തില്ല ആർക്കും ഇല്ല ഓപ്ഷൻ ബി ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആനോഡും ഹയസ്റ്റ് വാല്യൂ വരുന്ന കാഥോഡും ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ നൗ ക്വസ്റ്റ്യൻ നമ്പർ 37 ക്വസ്റ്റ്യൻ നമ്പർ 37 The EMF of a concentration cell consisting of two zinc electrode, one dipping into M/4 solution of zinc and zinc sulfate and other into M/16 solution of the same salt at 25 degree. Concentration cell എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മെറ്റൽ ഡിപ്ഡ് ഇൻ ഇറ്റ്സ് മെറ്റൽ സാൾട്ട് സൊല്യൂഷൻ എടുക്കും ഡിഫറെൻറ്റ് മെറ്റൽസ് നമ്മൾ എടുക്കാറുള്ളത് സാധാരണ ഡിഫറെൻറ്റ് മെറ്റൽസ് ആണ് എടുക്കാറുള്ളത് നമ്മൾ സെയിം മെറ്റൽസ് എടുത്തു കഴിഞ്ഞാലോ എന്തായിരിക്കും സംഭവിക്കുക സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് zinc in Zn2 plus solution another one again zinc dipped in zinc sulfate തന്നെ പിന്നെ എന്താ മാറ്റുള്ളത് സെയിം മെറ്റലാ അപ്പോൾ ഈസറോ കാഥോഡ് ഈസറോ ആനോഡ് സെയിം ആണ് നമുക്ക് പറയാറില്ലേ ഈ സെല്ല് is equal to ഈ സീറോ കാഥോഡ് മൈനസ് ഈസറോ ആനോഡ് ഈസറോ സെല്ല് മൈനസ് ആർ ടി ബൈ എൻ എഫ് ഇൻ ടു ലോഗ് കൊടുക്കാറില്ലേ സോ 0.059 ബൈ n ഇൻറ്റു ലോഗ് ക്യൂ എന്ന് കൊടുക്കും നമ്മളല്ലേ ക്യൂ റിയാക്ഷൻ കോഷ്യൻ പ്രൊഡക്റ്റ് കോഷ്യൻ്റ് കൊടുക്കും കോൺസെൻട്രേഷൻ കോഷ്യൻ്റ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഈസറോ സെൽ എന്താ വരിക നമുക്ക് പോസിറ്റീവ് ആണ് വരിക അല്ല സീറോ ആണ് വരിക രണ്ട് ഇലക്ട്രോണും സെയിം ആണ് സിങ്ക് ബാർ Zn2 പ്ലസ് സിങ്ക് ബാർ Zn2 പ്ലസ് രണ്ടാളുടെയും സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ സെയിം ആണ് ഈസറോ സെൽ എന്താവും 0 ആയിരിക്കും സോ റിമൈനിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.059 ബൈ n ഇൻറ്റു ലോഗ് C2 ബൈ C1 എന്നൊരു ഇക്വേഷൻ ഉണ്ട് ഓർക്കുണ്ടോ നിങ്ങൾ രണ്ടാളും ഒരാൾ തന്നെയല്ലേ രണ്ടും ഒരാൾ തന്നെയല്ലേ വരിക സോ C2 ബൈ C1 C2 ബൈ C1
അപ്പോഴാണ് ഈ സെൽ എന്താവുക പോസിറ്റീവ് ആവുക. കാരണം C2/C1 എന്ന് പറയുമ്പോൾ വെർ കോൺസെൻട്രേഷൻ C2 മോർ ദാൻ കോൺസെൻട്രേഷൻ C1 ആണ്. എന്ന് പറഞ്ഞാൽ രണ്ട് ഹാഫ് സെൽസ് ഉണ്ട്, രണ്ടും ഒരേ മെറ്റലിൻ്റെതാണ്. ആകെയുള്ള മാറ്റം എവിടെയാണ്? അവരുടെ സാൾട്ട് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനിലാണ് ആകെ മാറ്റമുള്ളത്. സാൾട്ട് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനിലാണ് ആകെ മാറ്റമുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ ഈ സെൽ എന്താവണം? ഈ സെൽ എന്താവണം? പോസിറ്റീവ് ആവണം. ഈ സെല്ല് പോസിറ്റീവ് ആവണമെങ്കിൽ 0.059/n log C2/C1 ഈ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. ആ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? C2 മോർ ദാൻ C1 ആയിരിക്കണം. ഒരിക്കലും ഒരു ഫ്രാക്ഷൻ്റെ ലോഗരിതം പോസിറ്റീവ് ഇല്ല, അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ C2/C1 1 വന്നാൽ അത് 0 ആയി. പിന്നെ അവിടെ കഥയില്ലേ, കോൺസെൻട്രേഷൻ ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്തായി? അവിടെ കോൺസെൻട്രേഷൻ സെൽ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും കോൺസെൻട്രേഷൻ സെല്ലിൽ ഏത് ഇലക്ട്രോണിലാണോ ഹയർ കോൺസെൻട്രേഷൻ ഉള്ളത്, ദാറ്റ് വൺ ഈസ് ആക്ടിങ് ആസ് കാഥോഡ് ആൻഡ് ലോവർ കോൺസെൻട്രേഷൻ ആക്ടിങ് ആസ് ആനോഡ് ആയിരിക്കും. കാഥോഡ് മൈനസ് ആനോഡ്, ശരിയല്ലേ? സോ C2/C1 C2 എന്താണ്? ഹയർ കോൺസെൻട്രേഷൻ ദാൻ C1 ആയിരിക്കുകയും ചെയ്യും, ശരിയല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മുടെ കോൺസെൻട്രേഷൻ സെല്ലിൻ്റെ ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇസ് ഈക്വൽ ടു ഈ സെല്ല് ഇസ് ഈക്വൽ ടു ഈ സെല്ല് 0 ആയിരിക്കും. 0.0591 ഡിവൈഡഡ് ബൈ n അല്ലേ? n ഇൻറ്റു ലോഗ് C2/C1. ഇതാണ് എന്ത് ഇക്വേഷൻ? കണ്ടീഷൻ എന്താണ്? C2 ഷുഡ് ബി മോർ ദാൻ C1 ആയിരിക്കണം. ഇവിടെ m/4 ആണ് C2, m/16 ആണ് C1. ദെൻ സിങ്ക് സൾഫേറ്റ് അല്ലേ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ്. 0.0591/2 ഇൻറ്റു ലോഗ് C2 എത്രയാ? C2 ഹയർ വാല്യൂ m/4 1/4 ഡിവൈഡഡ് ബൈ C1 എത്രയാ? 1/16. So 16/4 log 4. Log 4 means 2 log 2. So 0.0591/2 into 2 log 2. ശരിയായോ? ഈ 2 ക്യാൻസൽ ചെയ്യാം. log 2 എത്രയാ? ഇത് 0.301 ആണ്. സോ 0.0591 into 0.301. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നാൽ ആൻസർ എത്ര വരിക? 0.6ൻ്റെ 1/3. 0.06ൻ്റെ 1/3 വരും. 0.02 അറൗണ്ട് ഉണ്ടാവും. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അത് വരിക സി ഈസ് ദി ആൻസർ. 0.0178 വോൾട്ട് എന്ന് വരും കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38. When an electric current is passed through aqueous solution of sodium chloride, what happens? സോഡിയം ക്ലോറൈഡിന്റെ aqueous solutionലൂടെ ഇലക്ട്രിക് കറണ്ട് പാസിൽ എന്താ സംഭവിക്കുക? NaClന്റെ aqueous solution containing Na+, Cl- and water. Now reactions at cathode negative electrode ആണ്. Na++1 electron giving Na. ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ട വോൾട്ടേജ് നമുക്കറിയാം -2.71 വോൾട്ട് ആണ്. ഇനി സെക്കൻഡ്ലി വാട്ടർ H2O +1 ഇലക്ട്രോൺ ഗിവിങ് half H2 ആൻഡ് OH-. അയാളുടെ വോൾട്ടേജ് -0.83 വോൾട്ട് ആണ്. നമുക്കറിയാം കാഥോഡിൽ എപ്പോഴും ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹാഫ് റിയാക്ഷൻ നടക്കാറുള്ളത്, ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ നടക്കില്ല, സെക്കൻഡ് നടക്കും. ഓക്കെ, ഇതാണ് നടക്കുക. അപ്പോൾ കാഥോഡിൽ H2 ഗ്യാസ് റിലീസ് ചെയ്യും, OH- ഫോം ചെയ്യും അല്ലേ? അറ്റ് കാഥോഡ് H2 ഗ്യാസ് ഈസ് ഫോംഡ്. ഇവിടെ O2നെ കുറിച്ച് പറയുന്നത്, H2നെ കുറിച്ച് പറഞ്ഞില്ല. pH ഓഫ് സൊല്യൂഷൻ ഗ്രാജുവലി ഡിക്രീസ്. ഇവിടെ സൊല്യൂഷനിൽ ആരുണ്ടാവുക? OH- അല്ലേ? OH മീൻസ് മോർ ബേസിക് അല്ലേ? pH കൂടല്ലേ ചെയ്യുക? സോ pH ഗ്രാജുവലി ഇൻക്രീസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് OH- സൊല്യൂഷൻ ബിക്കം ബേസിക് ആൻഡ് സോ pH ഇൻക്രീസസ്. ഇനി ആനോഡ് റിയാക്ഷൻ കൂടെ പറഞ്ഞു തരാം. അറ്റ് ആനോഡ് chloride ion giving half Cl2 and 1 electron. Value +1.35 volt ആണ് ഏകദേശം. ടെക്സ്റ്റ് വെച്ച് ചെക്ക് ചെയ്തോളൂ. അതിൻ്റെ 1.36 35 വോൾട്ട് ഒക്കെയാണ് വാല്യൂസ് ഉള്ളത്. ഇനി മറ്റൊന്ന് വാട്ടറിൻ്റെ ഓക്സിഡേഷൻ ആണ്. വാട്ടർ ഗീവ്സ് half O2 and 2H+ + 2 electron and വാല്യൂ 1.23 വോൾട്ട് ആണ്. ആനോഡിൽ എപ്പോഴും നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ റിയാക്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. അങ്ങനെയെങ്കിൽ ആനോഡിൽ O2 ഗ്യാസ് ഫോം ചെയ്യണം. O2 ഗ്യാസ് ഫോം ചെയ്യണം. പക്ഷേ ഡ്യൂ ടു
oxygen over potential. Oxygen over potential. അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഡ്യൂ ടു ഓക്സിജൻ ഓവർ പൊട്ടൻഷ്യൽ 1.23 വോൾട്ട് മതിയാവില്ല. മോർ ദാൻ 1.23 വോൾട്ട് ഈസ് റിക്വയർഡ് ടു ലിബറേറ്റ് ഓക്സിജൻ ഗ്യാസ്. അപ്പോൾ നമ്മൾ അതിലേക്ക് മോർ വോൾട്ടേജ് സപ്ലൈ ചെയ്യേണ്ടി വരും. ആ വാല്യൂ എന്താണ്? എബോവ് 1.35 ആണ്. അങ്ങനെ വരുമ്പോൾ ഈ റിയാക്ഷൻ നടക്കില്ല. ഒരു ക്ലോറിൻ ഗ്യാസ് ആണ് റിലീസ് ചെയ്യുക. അറ്റ് ആനോഡ് ഓക്സിജൻ അല്ല, ക്ലോറിൻ ഈസ് ഇവോൾവ്ഡ്. ഓക്സിജൻ നെവർ അവിടെ ഇവോൾവ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കാഥോഡിൽ Na+ അല്ല, സോഡിയത്തിനല്ല, വാട്ടറിനാണ് റിഡക്ഷൻ നടക്കുന്നത്. അവിടെ H2 ഗ്യാസും OH- ഫോം ചെയ്യും. H2 ലിബറേറ്റഡ് കാഥോഡ് ആൻഡ് പ്രൊഡ്യൂസസ് OH- അയോൺസ്. സോ ദ സൊല്യൂഷൻ ബിക്കം ബേസിക്, pH വാല്യൂ ഇൻക്രീസസ്. അതേസമയം ആനോഡിലാണെങ്കിലും ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റ്, രണ്ടിനും പോസിബിലിറ്റി ഉണ്ട്. തിയറട്ടിക്കലി ഓക്സിജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യേണ്ടത്. ഇവിടെ പ്രാക്ടിക്കലി ആരാണ്? ക്ലോറിൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുക. കാരണം ഓക്സിജൻ ഓവർ പൊട്ടൻഷ്യൽ കാരണം കൊണ്ട് മോർ വോൾട്ടേജ് ഈസ് റിക്വയർഡ് ടു ലിബറേറ്റ് ഓക്സിജൻ ഗ്യാസ്. സോ അതേ 1.35നേക്കാളും എക്സീഡ് ആവുന്നത് കൊണ്ട് അവിടെ എന്തെങ്കിലും ക്ലോറിൻ ഗ്യാസ് ഇസ് ലിബറേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഓക്സിജൻ ഗ്യാസ് എന്ന് പറയാം. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39. Question number 39. In Fe2CO9, the two iron atoms are linked only directly. ഇയാളുടെ സ്ട്രക്ചർ അറിയും നിങ്ങൾക്ക്. Fe2 അല്ലേ, നൊണ കാർബണിൽ ഡൈ അയൺ ആണ് 0 അല്ലേ. നൊണ കാർബണിൽ ഡൈ അയൺ 0 ആണ് വരിക. സ്ട്രക്ചർ Fe ഒരു ഡയറക്റ്റ് ബോണ്ട് ഉണ്ട്. പിന്നെ 9 CO ഉണ്ട്. C ട്രിപ്പിൾ ബോണ്ട് O, C ട്രിപ്പിൾ ബോണ്ട് O, C ട്രിപ്പിൾ ബോണ്ട് O, then C ട്രിപ്പിൾ ബോണ്ട് O, C ട്രിപ്പിൾ ബോണ്ട് O, then C ട്രിപ്പിൾ ബോണ്ട് O. 1 2 3. കൂടാതെ ഇപ്പോൾ 6 ഉള്ളൂ. ഇനി 3 ബ്രിഡ്ജിങ്ങാ. ഓക്കെ. സോ അയൺ എങ്ങനെ കണക്ഷൻസ് ഉള്ളത്? ലിങ്ക്ഡ് ഓൺലി ഡയറക്ട്ലി ഉണ്ട്, ഓൺലി തെറ്റാ. ലിങ്ക്ഡ് ഡയറക്ട്ലി അലോങ് വിത്ത്, ഡയറക്റ്റ് ലിങ്ക് ഈസ് ദർ അലോങ് വിത്ത് 3 CO മോളിക്യൂൾസ് ആസ് ബ്രിഡ്ജിങ് ലിഗാൻഡ്. 3 ബ്രിഡ്ജ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 3 ബ്രിഡ്ജ് ആയിട്ടും ഉണ്ട്. അപ്പോൾ ബ്രിഡ്ജ് 1, ബ്രിഡ്ജ് 2, ബ്രിഡ്ജ് 3 ബ്രിഡ്ജും. അപ്പോൾ ഓപ്ഷൻ ഏത് വരിക? ബി ഈസ് ദി ആൻസർ. ഒരു ഡയറക്റ്റ് ലിങ്കും 3 ബ്രിഡ്ജിങ് ഉണ്ടായിരിക്കും. കേട്ടല്ലോ. നെക്സ്റ്റ് 40. Concentrated sulfuric acid acts as moderately strong oxidizing agent. It oxidizes both metals and non-metals. Which of the following element is oxidized by concentrated sulfuric acid into two gaseous? Two gaseous product ഉണ്ടാവണം, 2 gaseous product ഉണ്ടാവണം. ഇപ്പോൾ കോപ്പറിൻ്റെ കേസ് നമുക്കറിയാം, കോപ്പർ സൾഫേറ്റും ഉണ്ടാവും, SO2 ഗ്യാസും ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്യാസ് ഉണ്ടാവണുള്ളൂ. സൾഫർ ആണെങ്കിലോ, സൾഫർ ഈസ് ഓക്സിഡൈസ്ഡ് ടു സൾഫർ ഡയോക്സൈഡ് ആവാം, അല്ലെങ്കിൽ സൾഫറിൻ്റെ സെയിം ഗ്യാസിൽ ഉണ്ടാവുക. സൾഫർ ബിക്കം SO2, H2SO4 ആൾസോ ബിക്കം SO2. രണ്ടും SO2 തന്നെ ഉണ്ടാവുക. ഓക്കെ. അല്ലെങ്കിൽ SO2 ആയിട്ട് സൾഫേറ്റാണ് ഉണ്ടാവുക. സൾഫർ ഓക്സിഡൈസസ് ടു സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ സൾഫേറ്റ് അങ്ങനെ ഉണ്ടാവുക. ദെൻ കാർബൺ ആണെങ്കിലോ, സൾഫ്യൂരിക് ആസിഡ് കാർബണ് CO2 ആയി കൊടുക്കും, സൾഫ്യൂരിക് ആസിഡ് ചേഞ്ചസ് ടു SO2 ആവും. ശരിയല്ലേ? കാർബൺ ചേഞ്ചസ് ടു CO2 ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ചേഞ്ചസ് ടു SO2. ശരിയാണല്ലോ. അപ്പോൾ കാർബണിൻ്റെ കേസിലാണ് എന്ത് വരിക? 2 ഗേഷ്യസ് പ്രോഡക്റ്റ് വരിക. കാർബൺ ഈസ് ഓക്സിഡൈസ്ഡ് ടു ഓക്സൈഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് റെഡ്യൂസ്ഡ് ടു SO2. ദെൻ സൾഫറിൻ്റെ കേസിലോ, സൾഫർ ഓക്സൈഡ് ടു സൾഫേറ്റ് ആൻഡ് അഗൈൻ സൾഫർ ഇൻറ്റു SO2, സൾഫേറ്റ് ഇൻറ്റു സൾഫ്യൂരിക് ആസിഡ് ഇൻറ്റു SO2 ഗ്യാസാണ് വരിക. അപ്പോൾ ഓപ്ഷൻ സി കൊടുത്താലും മതി. ആൻസർ ഓപ്ഷൻ സി. ഇനി 41. Which of the following are peroxo acids of sulfur? പെറോക്സോ ലിങ്ക് ഉള്ള ആസിഡ്സ് ആയിരുന്നാ ചോദിച്ചത്. H2SO5 ആണ്, H2S2O8. ഓപ്ഷൻ എ. H2SO5 അറിയില്ലേ? ഇതാണ് H2SO5. ഇതാണ് പെറോക്സോ ലിങ്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ H2S2O8 ആണ്. H2S2O8. യെസ്. H2S2O8. H2S2
H2O8. അപ്പോൾ ഇത് രണ്ടിലും വന്നിട്ടുണ്ട് പെറോക്സോ ലിങ്ക് വരുന്നുണ്ട്. സോ പെറോക്സോ ലിങ്ക് വരുന്നവർ ആരൊക്കെയാ? H2SO5 and H2H2O8. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. കേട്ടല്ലോ. ഇനി അടുത്തത് ബാക്കിയുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് വരച്ച് നോക്കാം. പി ബ്ലോക്കിലെ ഡയറക്റ്റ് സ്ട്രക്ചേഴ്സ് എല്ലാത്തിൻ്റെ ഉണ്ട് അവിടെ. സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ഫോളോസ് ദി ഓർഡർ. സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർഹാലജൻ കോമ്പൗണ്ട്, ആ സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ഒന്നെന്താണ്? സൈസ്. രണ്ടെന്താണ്? അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണ്. അതിൻ്റെ പോളാരിറ്റി, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ്. ആസ് ദ സൈസ് ആൻഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് or as the size and dipole moment increases, നമുക്ക് എന്ത് പറയാം? The stability increases. അപ്പോൾ IF ആണോ BRF ആണോ CLF ആണോ മോർ സൈസ് ഡിഫറൻസ് വരുന്നത്? അത് IF-ലല്ലേ വരുന്നത്. ആൻഡ് അഗെയിൻ പോളാർ ഡിഫറൻസ് വരുന്നു, അതും IF-ലല്ലേ വരുന്നത്. സോ IF3 മോർ സ്റ്റേബിൾ ദാൻ BRF3 മോർ ദാൻ CLF3. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. സോ ഇറ്റ് ഈസ് ഇലക്ട്രോൺ നെഗറ്റീവ് ഡിഫറൻസ് അല്ലെങ്കിൽ പോളാരിറ്റി കൂടണം, ആൻഡ് അഗെയിൻ സൈസ് ഡിഫറൻസും കൂടണം. ശരിയല്ലേ? സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഇനി 43. The product formed in the reaction of SOCl2 with white phosphorus is SOCl2 with white phosphorus is അവിടെ എന്തൊക്കെയാണ് ഫോം ചെയ്യുക? SOCl2 with P4. അതൊക്കെ പി ബ്ലോക്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലടാ. ഗീവ്സ് PCl3 then SO2 and PCl3 SO2 അല്ലേ ഫോം ചെയ്യും. PCl3 and SO2 ആണ് ഫോം ചെയ്യല്ലേ. വൈറ്റ് ഫോസ്ഫറസ് അല്ലേ, വേറെ ഹ്യൂമിഡിറ്റി ഒന്നും ഇല്ലല്ലോ. അത് റിയാക്ഷൻ ഓഫ് SO2 വിത്ത് വൈറ്റ് ഫോസ്ഫറസ്. ഇവിടെ ആരുണ്ടാവുക? യെസ്, ഇറ്റ് ഈസ് PCl3 is formed. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. വേറെ ആരുമില്ലല്ലോ. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. Now next one 44. P4O10 is not used to dry ammonia gas because P4O10 it is non-metal oxide ആണ്. It is acidic in nature and ammonia it is basic in nature. They will combine itself. Normally P4O10 എന്താണ്? ഡ്രൈയിങ് ഏജന്റ് ആണ്. ഇറ്റ് ക്യാൻ അബ്സോർബ് ഹ്യൂമിഡിറ്റി. ഇറ്റ് ക്യാൻ അബ്സോർബ് ഹ്യൂമിഡിറ്റി ഫ്രം, അതുപോലെ ആസിഡിക് ഏജന്റ് ആവണം അല്ലെങ്കിൽ ന്യൂട്രൽ ഏജന്റ് ആവണം. അല്ലാതെ ഓൾറെഡി ഇയാൾ ബേസിക് അല്ലേ. ആ അമോണിയയും P4O10 കൂടി എന്ത് ചെയ്യും? കോമ്പൗണ്ട് ഫോം ചെയ്യും, കോംപ്ലക്സ് ഉണ്ടാവും അല്ലേ. സോ റിയാക്ട് വിത്ത് മോയ്സ്ചർ അല്ല. ദെൻ റിയാക്ട് ഇസ് നോട്ട് എ ഡ്രൈയിങ് അല്ല, ഇറ്റ്സ് എ ഡ്രൈയിങ് ഏജന്റ് ആണ്. ഇസ് ആസിഡിക് ആൻഡ് അമോണിയ ഇസ് ബേസിക്. സോ ദർ വിൽ ബി റിയാക്ഷൻ. കാരണം അമോണിയനെ ഡ്രൈ ചെയ്യാൻ വേണ്ടി P4O10 ആണെങ്കിൽ ആ അമോണിയ തന്നെ P4O10 എന്ത് ചെയ്യും? റിയാക്ട് ചെയ്ത് മറ്റൊന്നാക്കി മാറ്റിക്കളയും. കേട്ടല്ലോ. സോ റിയാക്ഷൻ പോസിബിലിറ്റീസ് ബിറ്റ്വീൻ ആസിഡിക് ഓക്സൈഡ് ആൻഡ് ബേസിക് അമോണിയ. Now question number 45. The color of potassium permanganate is due to potassium permanganate manganese is in +7 state എന്ന് പറഞ്ഞാൽ D0 കോൺഫിഗറേഷൻ ആണ്. സിമിലർലി പൊട്ടാസ്യം ഡൈക്രോമേറ്റിലെ ക്രോമിയം +6 സ്റ്റേറ്റും എന്താണ്? D0 സ്റ്റേറ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റും പൊട്ടാസ്യം ക്രോമേറ്റും പൊട്ടാസ്യം പെർമാംഗനേറ്റ് എല്ലാം D0 സ്റ്റേറ്റുകളാണ്. പക്ഷേ ആ സ്റ്റേറ്റിൽ വരുന്ന KMnO4 എന്നുണ്ട്, ഡാർക്ക് വയലറ്റ് കളർ ഉണ്ട്. ശരിയല്ലേ? അതുപോലെ തന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 ഇറ്റ് ഈസ് ഓറഞ്ച് കളർ ഉണ്ട്, കളർ ഈസ് ദെയർ. ആൻഡ് അഗൈൻ പൊട്ടാസ്യം ക്രോമേറ്റോ K2CrO4 യെല്ലോ കളർ ഈസ് ദെയർ. അവർക്ക് എല്ലാം കളർ ഉണ്ട്, പക്ഷെ ഡിയിൽ ഇലക്ട്രോൺ ഇല്ല. സോ കളർ ഈസ് നോട്ട് ഡ്യൂ ടു DD ട്രാൻസിഷൻ. സാധാരണ ഡി ബ്ലോക്കിന്റെ കളറിന് കാരണം എന്താണ്? DD ട്രാൻസിഷൻ ആണ്. ബട്ട് ഫോർ ദീസ് അവർക്ക് എന്തല്ല, കളർ ഈസ് നോട്ട് ഡ്യൂ ടു DD ട്രാൻസിഷൻ. വൈ? അവർക്ക് ഡിയിൽ എന്തില്ല? ഇലക്ട്രോൺ ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു DD ട്രാൻസിഷൻ. പിന്നെന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ, LMCT. ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. മെറ്റൽ ടു ലിഗാൻഡ് നടക്കില്ല. പോയി മെറ്റലിന് തന്നെ ഇലക്ട്രോൺ ഇല്ല, പിന്നല്ലേ. അപ്പോൾ ലിഗാൻഡിന്റെ ഓർബിറ്റിൽ നിന്ന് മെറ്റലിന്റെ ഓർബിറ്റിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ വഴി ട്രാൻസിഷൻ നടക്കില്ലേ? അതാണ് ലിഗാൻഡ് ടു മെറ്റൽ ട്രാൻസ്ഫർ അല്ലെ, ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ മെക്കാനിസം വഴി എന്ത് ചെയ്യും? കളർ ഉണ്ടാവും. ദ കളർ ഓഫ് പെർമാംഗനേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് പൊട്ടാസ്യം ക്രോമേറ്റ് ആർ ഡ്യൂ ടു ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ മെക്കാനിസം. Now 46. The thermal decomposition of manganese compound X, manganese compound heat ചെയ്തു, results in compound Y and MnO2 and gaseous product. അതിപ്പോൾ നമുക്കറിയാം KMnO4ന്റെ ഫീച്ചർ അല്ലേ. KMnO4 when heated it decomposes to get K2MnO4, MnO2 and O2. ശരിയല്ലേ?
അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് എക്സ് ആരാ K1O4. കോമ്പൗണ്ട് Y ആരാ ഇറ്റ് ഈസ് K2MnO, പൊട്ടാസ്യം മാംഗനേറ്റ്. Now MnO2 react with NaCl. MnO2 react with NaCl and connected to H2SO4 അല്ലേ, കോൺസെൻട്രേറ്റ് H2SO4 ന്റെ പ്രസൻസിലാണ് അസിഡിക് മീഡിയത്തിൽ give a pungent gas. അതെന്തായിരിക്കും MnO2 as an oxidizing agent reduces chloride into chlorine gas. Chlorine gas is formed അല്ലേ, oxidizes chloride into chlorine gas. Chloride എന്താക്കി തരും, chloride oxidized to chlorine gas and MnO2 reduced to Mn2 plus ആവും ചെയ്യില്ലേ, -1 to 0. ഇയാളോ MnO2 get reduced to Mn2 plus ആയിട്ട് മാറിക്കോളൂ. സോ ക്ലോറിൻ ഗ്യാസ് ഈസ് ഫോംഡ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ആരൊക്കെയുണ്ട്, K1O4 ഉണ്ട്, പിന്നെ ആരാ K2MnO4 ആണ്, ക്ലോറിൻ ഗ്യാസ്, പങ്ജന്റ് സ്മെല്ലിംഗ് ഗ്യാസ് ആണ് ക്ലോറിൻ ഗ്യാസ്. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. നൗ question number 47. The resistance of one normal solution of acetic acid is given 250 ohm when measured in a cell of cell constant G star. അപ്പോൾ resistance R given ആണ്, G star given ആണ് അല്ലേ. Now the equivalent conductance okay of one normal acetic acid is lambda equivalent. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻസ്റ്റേറ്റിൽ equivalent conductance കുറിച്ച് പറയുന്നില്ല, മോളാർ കണ്ടക്ടൻസേ ഉള്ളൂ. Now lambda equivalence is equal to specific conductance K into 1000 divided by normality. The specific conductance എങ്ങനെ കിട്ടുക, and we know K means എന്താണ്, G star by resistance. G star by R ചെയ്താൽ മതി, ശരിയല്ലേ, സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ് കൊടുത്താലും മതി. അപ്പോൾ G star എത്രയാ, ഇറ്റ് ഈസ് 1.15 ആണ്, ബൈ R എത്രയാ 250 ohm ആണ്, into 1000 divided by what is normality, it is 1 normal acetic acid, it is 1. So 1000 by 250 4 ആണ്, 4 into 1 4 ആണ്, 4 into 0.5 6 ആണ്, 4.6. Option A is the answer. Option 4.6 is the answer. Okay അല്ലേ, simple question, direct ആണ്. Now question number 48. What takes place when zinc metal is added to an aqueous solution containing magnesium nitrate and silver nitrate? Magnesium nitrate and silver nitrate. Okay, അപ്പോൾ zinc metal സൊല്യൂഷൻ ആരൊക്കെയുണ്ട്, ഒന്ന് magnesium nitrateൻ്റെ Mg2+ ഉണ്ട് ആൻഡ് സിൽവർ നൈട്രേറ്റിൻ്റെ Ag+ ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ഇവിടെ മാഗ്നീഷ്യം നൈട്രേറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യം 2+ ഡിസ്പ്ലേസ് സിങ്കിന് ആവില്ല. സിങ്കിൻ്റെ വാല്യൂ -0.76 ആണ്, മഗ്നീഷ്യം -2.37 ആണ്, ആൻഡ് വി നോ സിൽവർ 0.80 വോൾട്ട് ആണ്. ഓക്കെ, സോ സിങ്കിന് അത്ര ആക്ടിവിറ്റി ഇല്ലാത്ത മെറ്റലാണ് സിൽവർ നൈട്രേറ്റ്. അപ്പോൾ സൊല്യൂഷൻ കണ്ടെയ്നിങ് മഗ്നീഷ്യം നൈട്രേറ്റ് ആണ് സിൽവർ നൈട്രേറ്റ് ആണ്. സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഔട്ട്. അപ്പോൾ സിങ്ക് ഓക്സിഡൈസസ് സിൽവർ ഔട്ട്, സോറി റെഡ്യൂസസ് അല്ലേ. അപ്പോൾ സിങ്ക് എന്തായിട്ട്, അപ്പോൾ സിൽവർ ബിക്കം Ag+ ബിക്കം Ag ആൻഡ് സിങ്ക് ബിക്കം Zn2+ ആയിട്ട് മാറും. അപ്പോൾ സിങ്ക് ഓക്സിഡൈസ്ഡ്, സിൽവർ റെഡ്യൂസ്ഡ്, ശരിയല്ലേ. സിങ്ക് ഈസ് ഓക്സിഡൈസ്ഡ്, ശരിയല്ലേ. ഇറ്റ് ഡിസ്പ്ലേസസ് സിൽവർ ഔട്ട്. മഗ്നീഷ്യം നോ ചേഞ്ച്, Ag+ റെഡ്യൂസ്ഡ്, ശരിയല്ലേ. Ag+ reduced to Ag. And no reaction takes place. Allah reaction should be there. A more active metal can displace less active one from its solution. Zinc is more reactive than silver, so it can displace silver out. Option either vary. It is 1 and 3 are correct answer. 1 and 3 correct answer. Yes, 1 ഉം 3 correct ആണ്, but 2 wrong ആണ്, 4 wrong ആണ്. Okay. Now അടുത്ത question 49. Potassium dichromate on heating gives potassium chromate, oxygen and Cr2O3. Chromic anhydride Cr2O3 ഫോം ചെയ്യും. ഡയറക്റ്റ് റിയാക്ഷൻ ആണ്. സോ ആ പൊട്ടാസ്യം പെർമാഗ്നറ്റിനെ ഹീറ്റ് ചെയ്താലും ശ്രദ്ധിച്ചോണ്ട് കേട്ടോ, KMnO4 ഹീറ്റ് ചെയ്താലും, അതുപോലെ തന്നെ K2Cr2O7 ഹീറ്റ് ചെയ്താലും, അതുപോലെ തന്നെ KClO3 ഹീറ്റ് ചെയ്താലൊക്കെ എന്താണ്, ഡീകമ്പോസസ് ടു ഗെറ്റ് ഓക്സിജൻ ഗ്യാസിന് കിട്ടും. Pb3O4 ഹീറ്റ് ചെയ്താലും എന്ത് കിട്ടും, വിൽ ഗെറ്റ് ഓക്സിജൻ ഗ്യാസ്.
അതേസമയം അമോണിയം ഡൈക്രോമേറ്റ് ഇല്ല, അമോണിയം ഡൈക്രോമേറ്റ് NH4 twice Cr2O7 ഹീറ്റ് ചെയ്താലോ, അവിടെ ഹീറ്റ് ചെയ്താൽ N2 ഗ്യാസ് ആണ് ഫോം ചെയ്യുക, N2 ഗ്യാസ് ആണ് ഫോം ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് നൈട്രജൻ ഗ്യാസിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അതിന് കേട്ടോ. സോ ഹിയർ ഇറ്റ് CrO3 ഈസ് ദി ആൻസർ. ഓക്കെ അല്ലേ, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ 50. Arctic is made of copper and bronze. What is bronze? It's an alloy of copper and SN. Slowly tarnish in air and turn green. The green color is due to formation of, it is basic copper carbonate. Option D. എന്ന് പറഞ്ഞാൽ കോപ്പർ ഉണ്ട് ഹൈഡ്രോക്സൈഡ്, കോപ്പർ ഉണ്ട് കാർബണേറ്റ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് ഉണ്ട്, കോപ്പർ കാർബണേറ്റ്, CuOH twice ബേസിക് കോപ്പർ കാർബണേറ്റ് CuCO3. നമ്മൾ അതിൻ്റെ ഓറുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, മാലക്കൈറ്റ്, അസറേറ്റ് തുടങ്ങിയ ഓറുകളൊക്കെ എന്താണ് ബേസിക് കോപ്പർ കാർബണേറ്റ്സ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ, ബേസിക് കോപ്പർ കാർബണേറ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മൊഡ്യൂളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ചാപ്റ്ററൊക്കെ ഇനിയും നല്ലപോലെ വായിക്കുക, കുറച്ചും കൂടി സമയം ബാക്കിയില്ലേ നമുക്ക്, അതൊക്കെ എന്ത് ചെയ്യുക, നല്ലപോലെ ചാപ്റ്റേഴ്സ് വായിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്യുക, എക്സാം നല്ലപോലെ ചെയ്യുക കേട്ടല്ലോ. ഓൾ ദി ബെസ്റ്റ്, ബൈ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ